അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഒരു മാർക്കറ്റിലേക്ക് ചെന്നു. അങ്ങാടിയാണ്, ജനനിബിഡമാണ്, ആളുകൾ പരക്കം പായുന്നു അവരുടെ ക്രയവിക്രയങ്ങൾക്കു വേണ്ടി. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, പലതും വാങ്ങാനും കൊടുക്കാനും അവരുടെ ജീവന വിഭവങ്ങൾ സ്വരൂപിക്കാനും സംശീകരിക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അവരുടെ അന്നത്തിനു വേണ്ടിയിട്ടുള്ള പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയ്ക്കടുത്തുള്ള അങ്ങാടിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഏ മനുഷ്യരെ, നിങ്ങൾ എത്ര മണ്ടന്മാരാ! മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ അനന്തരം വീതിക്കുകയാണ്. നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്ത് സ്വരൂപിക്കാൻ നോക്കുന്ന നിങ്ങളുടെ ഭൗതിക ലാഭങ്ങൾ, അത് മദീനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് വീതിച്ചു കൊടുക്കാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നില്ലേ? നിങ്ങൾക്ക് അതൊന്നും വേണ്ടേന്ന് ചോദിച്ചു. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിന്നു എന്നാണ് സംഭവം ചരിത്രത്തിൽ ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. അവിടെയുള്ള എല്ലാ ആളുകളും മാർക്കറ്റിൽ നിന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു. അവർ ഓടി നേരെ വന്നത് മദീനത്തുൻ നബവിയുടെ അകത്തളത്തിലാണ്. അവിടെ വരുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഒന്നും ആർക്കും വീതിച്ചു കൊടുക്കുന്നില്ല. കുറെ ആളുകൾ നിസ്കരിക്കുന്നു, കുറെ ആളുകൾ ദിക്ർ ചൊല്ലുന്നു, കുറെ ആളുകൾ തസ്ബീഹ് ചൊല്ലുന്നു, കുറെ ആളുകൾ ഖുർആൻ ഓതുന്നു, കുറെ ആളുകൾ സ്വലാത്ത് ചൊല്ലുന്നു. കുറെ കൂട്ടങ്ങൾ കണ്ടു, ഒരാൾക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് അവർക്ക് സങ്കടമായി. ഞങ്ങള് ധൃതി പിടിച്ച് ഞങ്ങളുടെ കച്ചവടങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബൂ ഹുറൈറ വന്നിട്ട് പറഞ്ഞത് അവിടെ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നു എന്ന്. അത് വാങ്ങാൻ വേണ്ടി ഓടി വന്ന സ്വഹാബത്താണ്. അവര് വന്നു നോക്കുമ്പോ അവർക്കൊന്നും അവിടെ നിന്ന് സ്വാംശീകരിക്കാൻ കഴിഞ്ഞില്ല. അവര് നേരെ തിരികെ ചെന്നു. തിരികെ ചെല്ലുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന സ്ഥലത്ത് നിന്ന് കാലു മാറ്റി ചവിട്ടിയിട്ടില്ല. ഏ അബൂ ഹുറൈറ, നീ എന്താ പറഞ്ഞത്? അവിടെ എന്തൊക്കെയോ വീതിച്ചു കൊടുക്കുന്നല്ലേ പറഞ്ഞത്? അവിടെ ഒന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരൻ സദീർത്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താ അവിടെ കണ്ടത്? ഞങ്ങൾ കുറെ ആളുകളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടു, അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ആ സമയത്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തന്നെയാണ് റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത് വീതിച്ചു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാ മുർസലീങ്ങളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാര്. പണ്ഡിതന്മാര് അനന്തരാവകാശം എടുത്തത് ദീനാറോ ദിർഹമുകളോ അല്ല, കോടികളോ ലക്ഷങ്ങളോ അല്ല, ബിസിനസ് സാമ്രാജ്യങ്ങളോ അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന്, അമ്പിയാക്കളിൽ നിന്ന് അനന്തരമെടുത്ത ഉലമാക്കൾ അനന്തരമെടുത്തത് അത് ഇൽമാണ്, അത് വിജ്ഞാനമാണ്, അത് വിവരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ നിന്ന് അനന്തരമെടുത്തത്, ഈ പറയപ്പെടുന്ന ഉലമാക്കൾ അനന്തരമെടുത്തത് ഈ പറയപ്പെടുന്ന ഇൽമാണ്. റിസാലത്തിനേക്കാൾ അപ്പുറത്ത് വേറൊന്നുമില്ല, റിസാലത്തിനേക്കാൾ അപ്പുറത്ത് വേറൊന്നുമില്ല. ഏറ്റവും വലിയ പദവി ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ പരമമായ പരമോന്നത പദവി അത് റിസാലത്ത് മാത്രമാണ്. ആ റിസാലത്താണ് അള്ളാഹുവിന്റെ പണ്ഡിതന്മാരാകുന്ന ഇവിടുത്തെ ഉലമാക്കൾക്ക് പ്രവാചകന്മാര് കൊടുത്തിട്ട് പോയത്. അതുകൊണ്ട് ഉലമാക്കളുടെ മഹത്വം അറിയലാണ് പ്രവാചക പ്രേമത്തിന്റെ ആദ്യത്തെ അടയാളം. ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാഹ്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും, അല്ലാഹുവിനെ വഴിപ്പെടണം, മുത്തുനബിയെ വഴിപ്പെടണം, നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിക്കണം, വഴിപ്പെടണം എന്ന് പറഞ്ഞത് തന്നെയാണ് ഹുബ്ബുർ റസൂൽ. അത് തന്നെയാണ് നബി തങ്ങളുടെ ചര്യ. അല്ലാഹു നമുക്ക് പാണ്ഡിത്യത്തിന്റെ പവർ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന്റെ പ്രമേയം തന്നെ പണ്ഡിതന്മാർ പ്രവാചകരുടെ അനന്തരർ എന്ന് പറയുന്ന പ്രമേയത്തിലാണ് ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാ മുർസലീങ്ങളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാര്. ഇത് പറഞ്ഞതാരാണ് സഹോദരങ്ങളെ? ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളുടെ
പ്രത്യേകതകൾ അല്ലാഹു തആല കനിഞ്ഞരുളിയ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ അല്ല, ആകാശവും ഭൂമിയും സ്വർഗ്ഗനരകങ്ങളും അർശും കുർസും ലൗഹും ഖലമുമില്ല പടക്കപ്പെടുന്നതിന് കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പണ്ഡിതന്മാർ അനന്തരമെടുത്തത് ഇവിടുത്തെ അംബിയാ മുർസലീങ്ങളുടെ ഇൽമെന്ന അനന്തരമാണ്, അനന്തരാവകാശം എടുത്തതെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ആലിമീങ്ങളുടെ മഹത്വം നിങ്ങൾക്കറിയുമോ? ഞാൻ എന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഞാൻ നിങ്ങളോട് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം തന്നെയാണ്. വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ നമ്മുടെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പാലാടിയായി സ്വലാത്തിന്റെ മനോഹരമായ ശബ്ദങ്ങൾ ഈ നഗരിയിലെ മുഴങ്ങി കേൾക്കട്ടെ. സഹോദരങ്ങളെ, ഉലമാക്കളെ പറ്റി പറയുന്നത് തന്നെയാണ് പ്രവാചകൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അവിടുത്തെ അനന്തരാവകാശികൾ ആരാണ്? എംപിമാരല്ല, എംഎൽഎമാരല്ല, മന്ത്രിമാരല്ല, ചീഫ് ജസ്റ്റിസുമാരല്ല, ചീഫ് സെക്രട്ടറിമാരല്ല, ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരല്ല, പിന്നെ ആരാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ കരസ്ഥമാക്കിയ ഏത് ഇൽമാണ് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ തിരുമുറ്റത്തോട്ട് കടന്നിരിക്കാറ് പതിവുണ്ടാണ്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് നീങ്ങിയിരിക്കലാണ് പതിവ്. എത്രത്തോളം നബി തങ്ങളുടെ അടുത്തിരിക്കാൻ കഴിയുമോ അപ്പത്തോളം അടുത്തിരിക്കുന്ന സഹാബത്താണ്. തലയിലൊരു മാടപ്രാവ് വന്നിരുന്നാൽ തലയനക്കുന്നവന്റെ തലയിൽ നിന്ന് മാടപ്രാവ് പറന്നു പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവരെ പോലെ ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദമായ അന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടിലേക്ക് അവിടുത്തെ നക്ഷത്രതുല്യരായ സഹാബാക്കൾ നോക്കിയിരിക്കുമ്പോൾ, ശ്രദ്ധയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ, സഹോദരങ്ങളെ, അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ, അവിടുത്തെ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ തയ്യാറായിരിക്കുമ്പോ ആരെങ്കിലും കടന്നു വന്നാൽ ആരും തന്നെ നീങ്ങിക്കൊടുക്കാറില്ല. കാരണം എന്റെ നബിയോട് എനിക്ക് അടുത്തിരിക്കണമെന്ന ആഗ്രഹമാണ്, എന്റെ പ്രവാചകനോട് എനിക്ക് ചേർന്നിരിക്കണമെന്ന പൂതിയാണ്. ആ സമയത്താണ് പടച്ചതമ്പുരാന് വിശുദ്ധമായ ഖുർആനിലൂടെ ഒരു ആയത്ത് അവതരിപ്പിച്ചത്. സൂറത്തുൽ മുജാദലയിലൂടെ അല്ലാഹു തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ് ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല നശ്ശുസൂ ഫൻശുസൂ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുന്നിൽ അണിനിരക്കുന്ന സഹാബത്തിനോട് മാറിയിരിക്കാൻ പറയുമ്പോ, ഇല്ല, ഞാൻ എന്റെ ഹബീബിനോട് ചേർന്നിരിക്കട്ടെ, ഞാൻ എന്റെ മുത്തിനോട് ചേർന്നിരിക്കട്ടെ. അവരുടെ ഉള്ളിലുള്ള പ്രവാചക പ്രേമം അങ്ങനെയാണ്. മാറി നിൽക്കലല്ല, മാറി നിൽക്കലല്ല. ഇന്ന് പള്ളിയിൽ ഏതെങ്കിലും ഒരു ഇമാമൊന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ അള്ളാന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോ തിരുവചനങ്ങളോ പറയാൻ വേണ്ടി എഴുന്നേറ്റാൽ ആളുകൾ ഓടി മാറാറല്ലേ പതിവന്റെ സഹോദരങ്ങളെ? എന്നാൾ റസൂലുള്ള എഴുന്നേൽക്കുമ്പോ എത്രത്തോളം ചേർന്നിരിക്കാൻ കഴിയുമോ അത്രത്തോളം നബി തങ്ങളോട് ചേർന്നിരിക്കുന്ന സ്വഹാബത്താ. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് വരുന്ന ആളുകൾക്ക് സ്ഥല സൗകര്യങ്ങളില്ല. ആ സമയത്താണ് അള്ളാന്റെ ഖുർആനിന്റെ അവതരണം വരുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലും മജ്ലിസുകളിൽ ഒരു സൗകര്യം ആരെങ്കിലും ചോദിച്ചാൽ ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾ അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കണേ. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിലെ സൗകര്യം തരുന്നതാ. ഇവിടെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തൊരു സീറ്റ് ഒഴിവാണ്. ആ സീറ്റിലേക്ക് ഒരാൾ കടന്നിരിക്കാൻ ശ്രമിക്കുമ്പോ തന്റെ ഇരിപ്പിടം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരാൾ അതിന് അനുവാദം കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ്. അവന് സൗകര്യം ചെയ്ത് കൊടുക്കലാണ് ഖുർആനിന്റെ നിയമം. അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കുന്നവന് അല്ലാഹു പറയുകയാണ്, ഇഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾക്കും അല്ലാഹു സൗകര്യം ചെയ്തു തരുന്നതാ. ശേഷം അല്ലാഹു പറയുന്നു, പ്രഭാഷണം കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഉപദേശം അങ്ങ് തീർന്നു പോയാൽ വീണ്ടും പ്രസംഗിക്കു നബിയേ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പാടില്ല.
പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ മടങ്ങിപ്പോകണം, പിരിഞ്ഞു പോകണമെന്ന് അറിയിപ്പ് കിട്ടിയാൽ അവിടെ നിങ്ങൾ കൂട്ടം കൂടെ നിൽക്കാൻ പാടില്ല. നിങ്ങൾ ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, നബി തങ്ങളുടെ മുന്നിൽ ആവേശത്തോടെ ഒരുമിച്ച് കൂടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് പഠിക്കണമെന്ന പൂതിയാണ്, താല്പര്യമാണ്. അത് റസൂലുള്ളാഹിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന് ഭയപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു അറിയിക്കുകയാണ്, നബിയെ പറഞ്ഞു കൊടുക്കുക, ഒരു പ്രസംഗം കഴിഞ്ഞാൽ, ഒരു നസീഹത്ത് കഴിഞ്ഞാൽ, ഒരു മജ്ലിസ് തീർന്നാൽ, ഒരു ഹൽക്ക കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പിരിഞ്ഞു പോകണേ. നിങ്ങൾക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നാൽ ഒരുപക്ഷെ റസൂലുള്ള നിങ്ങളെ കണ്ടെന്ന് വരില്ല. നിങ്ങൾക്കൊരാൾ സൗകര്യം ചെയ്തു തന്നാൽ ആ സൗകര്യം ചെയ്ത് നമ്മൾ മറ്റൊരാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോ നബി തങ്ങൾ മുഖത്തോട് നോക്കിയിരിക്കുന്ന സഹാബി ഒന്നും മാറിയിരിക്കേണ്ട ഘട്ടം വന്നേക്കാ. ആ സമയത്ത് നമ്മൾ കരുതി പോകും, നബി തങ്ങളിൽ നിന്ന് നമ്മൾ ദൂരത്തായല്ലോ. ഇല്ല, അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുകയാ. 6666 ആയത്തുകളുള്ള 114 അധ്യായങ്ങളാൽ അവതീർണമായ ഹിറാഗുഗ്രത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഓതിക്കൊടുത്ത പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ലോകത്ത് ആരാണ് ഉത്കൃഷ്ടരെന്നറിയോ? ഈ ലോകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത് ആർക്കെന്നറിയോ? 2 വിഭാഗം ആളുകളാണ് ലോകത്തെ ഏറ്റവും വലിയ അത്യുത്കൃഷ്ടരെന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാ. അതിനപ്പുറത്ത് എന്റെ സഹോദരങ്ങളെ, പക്ഷികൾ പോലും പറക്കൂല. ലോകത്ത് ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ ഏറ്റവും വലിയ പ്രാമുഖ്യമുള്ളവരാരെന്നറിയോ? ഇവരുടെ മുകളിലും മറ്റൊരാൾ വരില്ല. ഇത് പഠിപ്പിച്ചതൊരു വള്ളിക്ക് വ്യത്യാസം വരാത്ത വിശുദ്ധ ഗ്രന്ഥമാ. ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠരാരെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ ഉത്കൃഷ്ടരാരെന്നറിയോ? അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പറയുന്നു, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയില്ലെന്ന് വെച്ച് വിഷമിക്കണ്ട. നബി തങ്ങളെ കാണാതെ പെട്ടെന്ന് മടങ്ങി പോകേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട. നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളവരാരെന്നറിയോ? അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും വലിയ മഹത്വമുള്ളവരാരെന്നറിയോ? ഈ 2 വിഭാഗം ആളുകളാണ് ഈ സദസ്സിലുള്ളത്. അല്ലാഹുവിനെ 1000 വട്ടം സ്തുതിക്കണേ സഹോദരങ്ങളെ. ഈ 2 വിഭാഗം ആളുകളാണ് എന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആരാണ് അല്ലാഹു ഏറ്റവും വലിയ ശ്രേഷ്ഠരാക്കിയതെന്നറിയോ? നാളെ പരലോകത്തെ ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഇവിടെ ആളുകൾ ഒരുപക്ഷെ പുച്ഛിച്ചേക്കാ, ഇവിടെ ആളുകൾ ഒരുപക്ഷെ മോശമായി കണ്ടേക്കാ, ഇവിടെ അവരുടെ മഹത്വം ഒരുപക്ഷെ അറിയപ്പെടണമെന്നില്ല, ഇവിടെ ഒരുപക്ഷെ നാട്ടിൽ നിന്ന് പുറത്താക്കിയേക്കാ, ഒരുപക്ഷെ ആളുകളാൽ ഒഴിവാക്കപ്പെട്ടേക്കാ, ഒരുപക്ഷെ പാവപ്പെട്ടവനാണെന്ന് കരുതിയിട്ട് ഒതുക്കി കൂടിയേക്കാ. എന്നാൽ പടച്ചവന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ആർക്കെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, അല്ലദീന ആമനൂ. ഒന്നാമത്തെ വിഭാഗം വിശ്വാസികൾ തന്നെയാണ്. അല്ലാഹുവിനോടുള്ള മലായികത്തുകളോടുള്ള അമ്പിയാക്കളോടുള്ള കിതാബുകളോടുള്ള അന്ത്യദിനത്തോടുള്ള വിശ്വാസം അകതാരിന്റെ അകക്കാമ്പിലാണ് കല്ലിട്ടുറപ്പിച്ച ഹൃദയത്തിന്റെ ഉള്ളറകളിലെ വിശ്വാസത്തിന്റെ ദൃഢത സംഭവിച്ചു പോയ വിശ്വാസികളെ, അല്ലാഹു പറയുകയാ, നിങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ, നിങ്ങളാണ് ഏറ്റവും വലിയ ഉത്തുംഗതയിൽ നിൽക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? വല്ലദീന ഊതുൽ ഇൽമ ദറജാ. നിങ്ങളിൽ നിന്ന് പാണ്ഡിത്യമുള്ള ആളുകളാ, നിങ്ങളിൽ നിന്ന് പാണ്ഡിത്യമുള്ള ആളുകളാ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണ്ട പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു തന്ന സൗഭാഗ്യം എത്ര വലുതാണ്. ഇവിടെ ഇരട്ട മധുരം ആസ്വദിക്കുന്നവരുണ്ട്, ഇവിടെ അതിമധുരം ആസ്വദിക്കുന്നവരുണ്ട്. ഈ 2 വിഭാഗത്തിലും പെട്ടവർ ഈ സദസ്സിലുണ്ട്, ഒരു വിഭാഗത്തിൽ മാത്രം പെട്ടവരും ഈ സദസ്സിലുണ്ട്. സഹോദരങ്ങളെ, സാധാരണക്കാരായ കച്ചവടക്കാരായ എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങളോട്, വിശ്വാസിനികളോട് പറയുകയാണ്, നിങ്ങളെ കവച്ചു വെക്കാൻ ലോകത്തു വേറൊരു പട
പറപ്പില്ല, നിങ്ങളെ മുകളിൽ പറക്കാൻ പരുന്തും വരൂല. എന്റെ സഹോദരങ്ങളെ, രണ്ടാമത്തേതാരെന്നറിയോ? ഈ നാട്ടിലെ പണ്ഡിതന്മാരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഈമാനുമുണ്ട്, ഇൽമുമുണ്ട്. സുബ്ഹാനല്ലാഹ്. രണ്ട് മാധുര്യമാ പടച്ചവന് കൊടുത്തത്. രണ്ട് പദവിയാണ്, ഇരട്ട പദവിയാണ് അല്ലാഹു കൊടുത്തത്. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, മഹാരഥന്മാരെ നമ്മളെ പഠിപ്പിച്ചത് ഫലിആലിമിന ഫളലുൻ അലാ മൻ യഅബുദു ഫളലൽ ബുദൂരി അലൽ കവാകിബി ഫിൽ ജലാ. ആകാശത്തുടിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശത്തെക്കാൾ പ്രോജ്വലമായ പ്രകാശമല്ലേ 14 രാവിന്റെ പൗർണമിക്കുള്ളത്? നക്ഷത്രങ്ങൾ കാണോ പ്രകാശം പൂർണ്ണചന്ദ്രനാണോ? ആർക്കും തന്നെ എതിരഭിപ്രായമില്ല. നക്ഷത്ര ഗാലക്സി താരാപഥങ്ങളെക്കാൾ പ്രോജ്വലിക്കുന്ന പ്രഫുല്ലമായ പ്രഭ അല്ലാഹു കൊടുത്തത് 14 രാവിന്റെ പൗർണമിക്ക. ഈ കാണുന്ന ചന്ദ്രനുണ്ടല്ലോ, അമ്പിളിമാമനുണ്ടല്ലോ, അതിനാണ് അല്ലാഹു ഏറ്റവും വലിയ പ്രകാശം കൊടുത്തത്. ആ പ്രകാശം മറ്റ് നക്ഷത്രങ്ങളെക്കാ പ്രകാശമാ പൂർണ്ണചന്ദ്രന് കൊടുത്തതുപോലെ ഒരു വിശ്വാസിയായ ആബിദായ അല്ലാഹുവിന് വേണ്ടിയിട്ട് കൊളപ്പുറം കുന്നുംപുറം ചപ്പ്യാല മഹല്ലപ്പിന്റെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ മൺവെട്ടി കൊണ്ട്, മൺകോരി കൊണ്ട്, കുന്താലി കൊണ്ട്, പിക്കാസ് കൊണ്ട് മണിയെടുക്കുന്ന, പാടത്ത് പണിയെടുക്കുന്ന വിശ്വാസിയായ ആബിദായ മനുഷ്യ, നീ നിന്റെ പണി അവസാനിപ്പിച്ച് കൈകാലും മുഖവും കഴുകിയിട്ട് അങ്ങ് സ്നാനം ചെയ്ത് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് നമസ്കാരം നിർവഹിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ അല്ലാഹു കൊടുക്കുന്നു. ആർക്കാ കൊടുക്കുന്നത്? അല്ലാഹുവിനെ ആരാധിക്കുന്ന ആബിദീങ്ങളെക്കാൾ അല്ലാഹു മഹത്വം കൊടുത്തിരിക്കുന്നു. എന്ത് മഹത്വമാണ്? ഇന്നൽ ഇലാഹ കുല്ലി സമാഇഹി വല്ലർളി ഹത്തൽ ഹൂതി മഅനമലിൽ ഫലാ. അല്ലാഹുവേ, ആരൊക്കെയാണ് ഇവിടുത്തെ ആലിമീങ്ങൾക്ക്, ആരൊക്കെ ആലിമീങ്ങളെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുകയാ, മലബാറിന്റെ മക്കൾ ആലിമീങ്ങളെ തള്ളിപ്പറയൂല, മലപ്പുറത്തിന്റെ മക്കൾ ആലിമീങ്ങളെ തള്ളിപ്പറയൂല, കുന്നുംപുറത്തെ കുളപ്പുറത്തെ മക്കൾ ആലിമീങ്ങളെ തള്ളിപ്പറയൂല. കാരണം ആലിമീങ്ങളുടെ മഹത്വം അറിഞ്ഞവരാണ്, ആലിമീങ്ങളുടെ മഹാത്മ്യം മനസ്സിലാക്കിയവരാണ്. ഇവിടെ ആലിമീങ്ങൾ ഓടിച്ചാടി നടന്ന മണ്ണാണ്. ഏതെങ്കിലും ഒരു മണ്ണെടുത്ത് മണത്ത് നോക്കിയാൽ ദീനിന്റെ നറുമണം കാണുമെങ്കിൽ അത് മലബാറിന്റെ മണ്ണിനല്ലേ മറുമണമുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഇവിടത്തെ ആളുകൾ പണ്ഡിതന്മാരെ ആക്ഷേപിക്കൂല. അതുകൊണ്ടാണ് ഒരു പണ്ഡിതന്റെ നാമധേയത്തിൽ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഹുബ്ബുർ റസൂൽ എന്ന് പേര് വെച്ചപ്പോൾ ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ കാരണം എന്താ? അല്ലാഹുവേ, നമ്മളറിയാതെ നമ്മളെ കൊണ്ട് ചില പ്രവർത്തനങ്ങൾ അല്ലാഹു ചെയ്യിപ്പിക്കുകയാ. ഈ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കുന്ന ആരെന്നറിയോ? ആരൊക്കെയാണ് ഈ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് മഹത്വത്തിന് വേണ്ടി വാഴ്ത്തുന്നത് ആരെന്നറിയോ? ഇന്നൽ ഇലാഹ വാഹല കുല്ലി സമാഇഹി വല്ലർളി ഹത്തൽ ഹൂതി മഅനമലിൽ ഫലാ. അരുവികളിലൂടെ ഒഴുകുന്ന, അരുവികളിലൂടെ കളകളാരവം മുടക്കി ഒഴുകുന്ന അരുവികളിലൂടെ പരൽ മത്സ്യങ്ങൾ പോകുന്നില്ലേ? പരൽ മത്സ്യങ്ങൾ ആദരണീയനായ ശൈഖുനാ കുളപ്പുറം ഉസ്താദിന് വേണ്ടി പൊറുക്കലിനെ തേടുകയാ. ഇവിടത്തെ ആലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുകയാ. അതൊരു ഈമാനുള്ള മനുഷ്യന് കിട്ടൂല, അത് സാധാരണക്കാരായ മനുഷ്യന് കിട്ടൂല. ഞാൻ ആരെയും ആക്ഷേപിക്കുന്നതല്ല സഹോദരങ്ങളെ. ഇൽമെന്ന് പറയുന്നത് പണ്ഡിതന്മാരിൽ നിന്ന്, പണ്ഡിതന്മാരെ പ്രവാചകന്മാരിൽ നിന്ന് നേരിട്ട് വാങ്ങിയതാണ്. അത് ഒരിക്കലും ദീനാറും ദിർഹവുമല്ലല്ലോ, അതൊരിക്കലും സ്ഥാനമാനങ്ങളും അഭിമാനങ്ങളുമല്ലല്ലോ. അവര് നേരിട്ട് വാങ്ങിയത് എന്താണ്? ഇൽമാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ കരകളിലൂടെ ഓടുന്ന കൊച്ചു കൊച്ചു ഉറുമ്പിൻ കൂട്ടങ്ങളുണ്ടല്ലോ, കൊച്ചു കൊച്ചു ഉറുമ്പിൻ കൂട്ടങ്ങളുണ്ടല്ലോ, പാറിപ്പറക്കുന്ന പക്ഷിപറവാദികളുണ്ടല്ലോ, ഇഴഞ്ഞു നീങ്ങുന്ന ഇടജന്തുക്കളുണ്ടല്ലോ, ഘോരവനത്തിന്റെ ഹിംസജന്തുക്കളുണ്ടല്ലോ. എല്ലാവരും പണ്ഡിതന്മാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുകയാ. എന്റെ പ്രിയപ്പെട്ട ശൈഖുനാന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് അസ്സലാമു അലൈക്കും യാ ഉസ്താദി, നേരിട്ട് മന്നാനിയുടെ 1-ാം നമ്പർ വാതിൽ തുറക്കപ്പെടുമ്പോൾ അത് അടയ്ക്കപ്പെടൂല, അതൊരിക്കലും അടച്ചിട്ടിട്ടില്ല. അത് തുറക്കപ്പെടുന്ന സമയത്ത് തല
തലയെത്തി നോക്കിയിട്ട് ഒരു കൊച്ചു മനുഷ്യൻ ഒരു കൊച്ചു കട്ടിലിൽ ഇരുന്നു കൊണ്ട് നോക്കാറുണ്ട്. കയറി ചെല്ലുമ്പോൾ ആ മോൻ എപ്പോഴാ വന്നതെന്ന് ചോദിച്ചിട്ടകത്തേക്ക് കയറുമ്പോൾ സഹോദരങ്ങളെ, വാപ്പയുടെ ഉമ്മയുടെ മുമ്പിൽ ഇരിക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും വലിയ സ്നേഹവും പരിലാളനയും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പണ്ഡിതനാ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടിയിട്ട് ഞാനൊരു പക്ഷേ ഫാത്തിഹ മറന്നുപോയാലും മറക്കില്ല എങ്കിലും ഞാൻ പറയുകയാണൊന്നും മറന്നുപോയാലും ഇവിടത്തെ അരുവികളിലൂടെ ഊളിയിട്ട് നീങ്ങുന്ന പരൽ മത്സ്യങ്ങൾ മറക്കൂല, ഇവിടത്തെ ഉറുമ്പിൻ കൂട്ടങ്ങൾ മറക്കൂല, ഇവിടത്തെ പക്ഷിപറവാദികൾ മറക്കൂല, ഇവിടത്തെ മൃഗങ്ങൾ മറക്കൂല. ആരും തന്നെ കുളപ്പുറം ഉസ്താദിന് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കാതിരിക്കൂല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്ന് നേരിട്ട് അനന്തരമെടുത്ത ഇൽമിന്റെ ഏറ്റവും വലിയ പ്രഫുല്ല നാമത്തിന്റെ നാമമല്ലയോ ബീരാൻകുട്ടി ഹസ്രത്ത്? അള്ളാഹു പടച്ച തമ്പുരാന് ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇത് കഴിയണം എന്റെ സഹോദരങ്ങളെ. ഇരട്ടി മധുരമാണ് ആലിമീങ്ങൾ അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും വലിയ ഉത്കൃഷ്ടർ എന്ന് പറയുന്നത് ഈമാനുള്ളവരും പണ്ഡിതന്മാരുമാണ്. ഈമാനുള്ളവർക്ക് ഇൽമില്ല എങ്കിൽ അവർക്ക് ഒറ്റ പദവിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഇവിടത്തെ എന്റെ വാപ്പാക്ക് ഒറ്റ പദവിയേ ഉള്ളൂ, ഈമാനുണ്ടെന്ന പദവി. എന്റെ ഉമ്മക്ക് ഒറ്റ പദവിയേ ഉള്ളൂ, ഈമാനുണ്ടെന്ന പദവി. പക്ഷേ സഹോദരങ്ങളെ, ആദരണീയനായ ഉസ്താദിന്റെ ജേഷ്ഠ സഹോദരങ്ങൾ, അനുജ സഹോദരങ്ങൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കൾ, അവിടത്തെ സഹോദരങ്ങൾ, അവർക്കൊക്കെ ഒറ്റ പദവിയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാർക്കായ നിങ്ങൾക്ക് ഒറ്റ പദവിയേ ഉള്ളൂ. ഈ മഹല്ലിന്റെ ഭാരവാഹികൾ, പരിപാലനം നടത്തുന്ന ജമാഅത്തിന്റെ പരിപാലകർ, നല്ല ഒരു പരിപാടി ഉസ്താദിന്റെ പേരിൽ വെച്ചു ഞാൻ അഭിനന്ദിക്കുന്നു, ഞാൻ ആശീർവദിക്കുന്നു. ഞാൻ എന്റെ ഏറ്റവും ഹൃദയത്തിന്റെ അടിഭാഗത്ത് നിന്ന് ഞാൻ എന്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. പക്ഷേ ജമാഅത്തിന്റെ ഭാരവാഹികൾക്ക് ഒറ്റ പദവിയേ ഉള്ളൂ, ഈമാൻ എന്ന പദവി. പക്ഷേ ഇവിടത്തെ ഉലമാക്കൾക്ക് അള്ളാഹു കൊടുത്തത് ഈമാൻ എന്ന പദവിയോടൊപ്പം ഇൽമു കൊണ്ടുള്ള പദവിയും കൂടി അള്ളാഹു കൊടുത്തു. അതുകൊണ്ടാണ് അവർക്ക് ഉറുമ്പിൻ കൂട്ടങ്ങളും പക്ഷിപറവാദികളും ഇഴജന്തുക്കളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര പേരാ ഇവിടെ വന്നത്. ഒരുപക്ഷേ വഫാത്തായ ഉസ്താദ് ഞങ്ങളെ മന്നാനിയ ക്യാമ്പസിനകത്ത് വെച്ചാണ് വഫാത്തായതെങ്കിൽ ഒരുപക്ഷേ അന്ന് അടക്കുന്ന വിഷയത്തിൽ രണ്ടഭിപ്രായം വന്നതുപോലെ. രണ്ടഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞങ്ങളെ കാണിച്ചിട്ട് അടക്കണേ എന്നുള്ളൊരു അഭിപ്രായമാണ്, അല്ലാതെ അഭിപ്രായമല്ല. ഒരഭിപ്രായം കൂടി അവിടെ നിന്ന് മുഴങ്ങിക്കേട്ടേനെ, ഞങ്ങളുടെ ശൈഖുനാനെ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ കലാലയത്തിന്റെ മുറ്റത്തടക്കണേ എന്നൊരു അഭിപ്രായം കൂടി വന്നേനെ. പക്ഷേ ഉസ്താദിന് വേണ്ടിയിട്ട് മണ്ണെടുത്തത് ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ്, അവിടെ തന്നെ എത്തണ്ടേ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് ഇവിടെ എത്തിച്ചേർന്നു. നിങ്ങൾ അറിയണം, ഞാൻ എന്റെ ഇന്നത്തെ ഉസ്താദിന് വേണ്ടിയിട്ട് ഉസ്താദിന്റെ വീട്ടിലെ മൗലിദ് ഷരീഫ് നടത്തിയപ്പോൾ ഞാൻ ദുആ ചെയ്തു. ആലിമീങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, എന്റെ ഗുരുനാഥന്മാരൊക്കെ ശരിക്കുണ്ടായിരുന്നു, എന്നോടൊപ്പം പഠനം നടത്തിയ ഒരുപാട് മന്നാനിമാരുണ്ടായിരുന്നു. പക്ഷേ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മരുമകൻ എന്നോട് ദുആരക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, അൽഹംദുലില്ലാ, ഞാൻ അഭിമാനത്തോട് പറയാം, ഞാൻ ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഉസ്താദിനെ ഒരൊറ്റ പ്രാവശ്യം ഞാൻ കിനാവ് കണ്ടു, സ്വപ്നം കണ്ടു. അത് ഞാൻ ഉസ്താദിന്റെ കാൽ ചുവട്ടിലിരിക്കുന്നു, ഉസ്താദിന് ഞാൻ ഓറഞ്ച് ഇങ്ങനെ പൊളിച്ച് വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. മരണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ്, അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല, അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ പ്രാവശ്യം ഞാൻ ഉസ്താദിനെ സ്വപ്നം കണ്ടു. എന്റെ സഹോദരങ്ങളെ, പക്ഷെ എനിക്ക് എന്തോ ഒരു വലിയ സൗഭാഗ്യം അള്ളാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, ഡേറ്റ് ഇവിടുത്തെ ഭാരവാഹികളുടെ നിർദ്ദേശം അനുസരിച്ച് അസീസ് എന്നെ വിളിക്കുമ്പോൾ, ഉസ്താദിന്റെ മക്കളൊക്കെ എന്നെ വിളിക്കുമ്പോൾ, ഈ ഡിസംബർ മാസത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2 മന്നാനിമാരുണ്ട്, ഇരട്ട മന്നാനിമാർ. ഉസ്താദിന് വലിയ താല്പര്യമുള്ള 2 മന്നാനിമാരാ. പാലക്കാട് ജില്ലയിൽ ഒരു കോളേജ് നടത്തുന്ന 2 മന്നാനിമാർ ഇരട്ട സഹോദരങ്ങളാണ്. അവരെ പറ്റി പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇരട്ട സഹോദരങ്ങൾ ആ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അശ്രാന്ത പരിശ്രമത്തെ പറ്റി അടുത്ത സമയത്ത് ഏതോ ഒരു സപ്ലിമെന്റിൽ വന്നത് ഞാൻ വായിച്ചു. ആ പണ്ഡിതന്മാരിൽ ഒരാൾ ഡേറ്റ് ബുക്ക് ചെയ്തിരുന്ന ഡേറ്റ് അവരൊന്ന് ചേഞ്ച് ചെയ്തു. അവർ പിന്നീട് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നീട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ 3-ാം ദിവസം അസീസ് എന്നെ വിളിച്ചിട്ട് ഒരു ഡേറ്റ് ഡിസംബറിൽ വേണം. ഞാൻ പറഞ്ഞു 4-ാം തീയതി മാത്രം ഒഴിഞ്ഞ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, 4-ാം തീയതി ഞാൻ ഡേറ്റ് കൊടുത്തു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, ഉസ്താദിന്റെ മകൻ വിളിക്കുമ്പോഴാണ് അറിഞ്ഞത്, അന്നാണ് 40 തികയുന്നതും
അങ്ങനെ എനിക്ക് 2-3 പ്രാവശ്യം സിയാറത്ത് ചെയ്യാൻ, ഉസ്താദിന്റെ വീട്ടിലൊന്ന് കയറാൻ, ഉസ്താദിനോടൊപ്പം ഉസ്താദിന്റെ മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ, ഉസ്താദിന്റെ സഹോദരങ്ങളെയും മൂത്ത സഹോദരിയെയും കാണാൻ ഒക്കെ ഭാഗ്യം ലഭിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഞാൻ അള്ളാഹുവിനെ 1000 വട്ടം സ്തുതിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ പ്രസംഗം വീക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ജാമിയ മന്നാനിയയിൽ ഷെയ്ഖുൽ ഹദീസ് ആകണമെന്നോ ഏതെങ്കിലും അറബി കോളേജിൽ പ്രിൻസിപ്പൽ ആകണമെന്നോ ഇല്ല. മറിച്ച് നിങ്ങൾ പരമാവധി ഇൽമ് നേടിയാൽ മതി. അതിനാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. നല്ല ആലിമീങ്ങളാകണം, നല്ല നല്ല ഇരുത്തം വന്ന ഉലമാക്കളിൽ നമുക്ക് ചെന്നു ചേരാൻ കഴിയണം. കച്ചവടം ചെയ്യുന്നതോടൊപ്പം നമ്മൾ ആലിമീങ്ങളാകണം. അതിനുള്ള സൗകര്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു നമുക്ക്, എന്റെ ഉസ്താദ് നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഏത് ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകൾ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എന്റെ മഹല്ലിലെ ഒരു പരിപാടി ഉസ്താദിനെ ലാസ്റ്റ് ഞങ്ങളുടെ പരിപാടി നടന്നപ്പോൾ ഉസ്താദിനെ കൊണ്ടുപോയി ഉസ്താദിന്റെ ആത്മീയ പ്രഭാഷണം വെച്ചു. അപ്പോ നമ്മുടെ ഇപ്പോ നാസർ ദൗദാരത്തെ പോലെ ഈ പ്രസംഗിക്കാൻ വിളിക്കുമ്പോ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പൊ തൊട്ടു മുമ്പ് അനൗൺസ്മെന്റ് ചെയ്ത ഒരു ഉസ്താദിനെ പറ്റിയിട്ട് ഇങ്ങനെ 2-3 മിനിറ്റ് ഇങ്ങനെ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ഉസ്താദിന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു വിഷമോ ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ശിഷ്യന്മാരായ നമുക്കറിയാം, കണ്ണിങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരും. അപ്പോഴാണ് ദേഷ്യം നമുക്ക് മനസ്സിലാവുക. ആ കണ്ണിങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും സംഗതി വശക്കേടാ, പ്രശ്നമാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഇരുന്ന് കണ്ണുരുട്ടുന്നത് കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. അപ്പൊ ഉസ്താദിന്റെ ഊഴമെത്തിയപ്പോഴേക്കും അധ്യക്ഷൻ വിളിക്കുന്നതിനോടൊപ്പം ഉസ്താദിന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്ത് ഉസ്താദിനെ പീഠത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മൈക്കെടുത്ത ആള് ചുണ്ടോട് മൈക്ക് ചേർത്ത് വെക്കുന്ന ഉസ്താദ് പീഠത്തിന്റെ മുമ്പിട്ട് ഹംദ് സ്വലാത്ത് അങ്ങ് തുടങ്ങി. കാരണം ഉസ്താദ് ഒരിക്കലും വിശേഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല. ഇത് എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഉസ്താദും കൂടി ഒരു പരിപാടി പങ്കെടുക്കുമ്പോ എന്നോട് പറഞ്ഞു, എന്നെ പറ്റി ഒരൊറ്റ കാര്യം നീ പറയരുത്. ശിഷ്യന്മാരെ കൊണ്ട് മഹത്വം പറയിപ്പിക്കുന്ന ഉസ്താദ് അല്ല ഞാൻ. അതുകൊണ്ട് ഒരിക്കലും നീ അത് പറയരുത്, എനിക്ക് പൊരുത്തമില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ എന്തെങ്കിലും ഒരു കള്ളമോ എന്തെങ്കിലും ഇല്ലാത്തതോ ഞാൻ പറഞ്ഞു പോയാൽ ഉസ്താദ് കിടന്ന് കേൾക്കുകയാണിപ്പോ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ആ ഉസ്താദിന്റെ പൊരുത്തം എനിക്ക് കിട്ടൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ ഉസ്താദിനോട് ഞാൻ ഒരു ഹദീസിനെ പറ്റി ചോദിച്ചു. നല്ല ഒരു ഹദീസ് ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കാൻ പറ്റിയ ഹദീസാണ്. അതിന്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം. ന്യായാധിപന്മാർ ചെന്നായ്ക്കളെ പോലെ, ഭരണാധികാരികൾ സിംഹത്തെ പോലെ, കച്ചവടക്കാർ അഴിച്ചുവിടപ്പെട്ട പട്ടികളെ പോലെ, വിശ്വാസികൾ അതിനിടയിലെ ആട്ടിൻപറ്റങ്ങളെ പോലെ ആയിക്കഴിഞ്ഞാൽ ആട്ടിൻപറ്റങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് അർത്ഥം വരുന്ന ഒരു ഹദീസ്. സുബ്ഹാനല്ലാഹ്, ഇതെനിക്ക് ഒരു സ്ഥലത്ത് നിന്നൊരു കിതാബിൽ നിന്ന് നോട്ട് ചെയ്ത് ഞാൻ കയ്യിൽ വെച്ചിരുന്നു. ഇത് എവിടെന്നാ ഏത് കിതാബെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്ത് കയ്യിൽ വെച്ചിരുന്നു. അപ്പൊ ഞാൻ ഏത് ഹദീസും ഉസ്താദിനോട് ചോദിച്ചിട്ട് പ്രസംഗിക്കൂ. അങ്ങനെ ഉസ്താദിനെ വിളിക്കുമ്പോ ഉസ്താദ് പെട്ടെന്ന് എന്നോട് പറഞ്ഞത്, പൊന്നുമോനെ അങ്ങനെ ഒരു ഹദീസ് ഇല്ല. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഞാനൊരു കിതാബിൽ നിന്ന് എഴുതിയെടുത്തതാണ്, അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്നോട് പറഞ്ഞു. അവസാനം ഉസ്താദിന്റെ നിർദ്ദേശത്തോടുകൂടി നെറ്റിൽ നിന്ന് കിതാബ് ഡൗൺലോഡ് ചെയ്ത ഒരു സുഹൃത്തുണ്ട് എനിക്ക്. ആ സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഹദീസ് ഏത് കിതാബിലുള്ളതാണെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം സെക്കൻഡുകൾക്കകം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കിതാബിൽ അതുണ്ട്. ഉസ്താദിന് തെറ്റിയോ? ഉസ്താദിന് തെറ്റുമോ? ഹദീസിന്റെ വിഷയം, ഹദീസിന്റെ ഷെയ്ഖല്ലേ, ഒരിക്കലും തെറ്റില്ലല്ലോ. ഉസ്താദ് അവറുകൾ എന്നോട് അങ്ങനെ ഒരു ഹദീസ് ഇല്ല മോനെ എന്ന് പറഞ്ഞ ആ ഹദീസിനെ പറ്റിയിട്ട് ആ പണ്ഡിതൻ എന്നോട് പറഞ്ഞത്, ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, മൗലൂആയ ഹദീസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കിതാബുണ്ട് എന്ന് പറഞ്ഞാൽ, അതിന്റെ ആദ്യം തന്നെ ഫസ്റ്റ് പേജിൽ അദ്ദേഹം, ഇതിന്റെ രചയിതാവ് തന്നെ എഴുതിയിട്ടുള്ളത്, ഇതിനകത്തുള്ള ഹദീസുകളൊന്നും യാഥാർത്ഥ്യത്തോട് പുലബന്ധമില്ലാത്തതാണ്, പച്ച കള്ളം പ്രചരിപ്പിക്കുന്ന ഹദീസുകളാണ് ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കൊടുക്കുന്ന ഹദീസുകൾ എവിടെ കണ്ടാലും അത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം രേഖപ്പെടുത്തിയ ഒരു ഇമാമ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഹദീസാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ ഉസ്താദിന്റെ പാണ്ഡിത്യത്തിന്റെ ആ ഒരു വലിയ നിപുണത ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഒറ്റയടിക്ക് അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത്രത്തോളം പാണ്ഡിത്യം ഉണ്ടാകണം. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾക്ക് തീരാ നഷ്ടമായി പോയി. ഉമ്മീ മാത്തത്ത് കഥ മാത്ത കുല്ലു ഷൈഇൻ. എന്റെ ഉമ്മ മരിച്ചപ്പോൾ
ആ ഉമ്മയോടൊപ്പം എല്ലാം മരിച്ചു എന്ന് പറഞ്ഞ ആ ബാലനെ പോലെയാണ് കുളപ്പുറത്തുള്ള കുറുമ്പുറത്തുള്ള നിങ്ങളും ഞാനും അടങ്ങുന്ന ഉസ്താദിന്റെ മുഹബ്ബീങ്ങൾ, ഉസ്താദുമായി ബന്ധപ്പെട്ടവർ. നമുക്ക് വലിയ നഷ്ടമാണ്. നികത്താൻ പറ്റില്ല. വിടവ് നികത്താൻ ഇനി ഒരു പെണ്ണ് വേറെ പ്രസവിക്കണം. അല്ലാതെ നിലവിൽ പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കൊണ്ടും നികത്താൻ കഴിയില്ല സഹോദരങ്ങളെ. ഇത് ഞാൻ ഒരിക്കലും ഉസ്താദിന്റെ മഹത്വം ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും കൊണ്ട് പൊലിപ്പിച്ച് പറഞ്ഞ് നിങ്ങളിൽ ഒന്നും നേടാനല്ല. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും എനിക്കിപ്പോ അൽഹംദുലില്ലാ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ പ്രസംഗത്തിന് പോകുമ്പോ വലിയ പരിപാടിയാണെങ്കിൽ എന്നെ വിളിക്കാതെ പോകരുത്, തങ്ങളെ വിളിക്കാതെ പോകരുത്, പാലക്കാട് തങ്ങളെ വിളിക്കാതെ പോകരുത്. ഞാൻ ഉസ്താദിനെ വിളിക്കുമ്പോ പറയും, തങ്ങളെ വിളിച്ചില്ലേ, വിളിക്കാൻ പോകുന്നു ഉസ്താദെ, ആ പെട്ടെന്ന് വിളിക്ക്, എന്നിട്ട് അങ്ങനെ പറഞ്ഞ് വിളിക്കും. അങ്ങനെ വിളിച്ചതിന് ശേഷം ഉസ്താദ് പറയുന്ന രീതിയിൽ പോയി പ്രസംഗം കഴിഞ്ഞാൽ ഉറക്കമുളച്ചിരുന്ന് തിരികെ വിളിക്കും. ആളുണ്ടായിരുന്നോ? പിരിവൊക്കെ സംഘാടകർക്ക് ആവശ്യമായി പൈസ കളക്ട് ചെയ്ത് കൊടുത്തോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, അപ്പോഴാണ് ഉസ്താദിന് സന്തോഷം വരുന്നത്. അതുവരെയും ഉസ്താദ് കാത്തിരുന്ന് ഫോൺ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഡ്രസ് എടുത്ത് ശരീരത്തിട്ട് എന്റെ വാഹനത്തിൽ കയറുമ്പോൾ ഞാൻ ഒരു ഫാത്തിഹ ഉസ്താദിന്റെ ഹളറത്തിൽ ഞാൻ അയക്കും. ശേഷം ഞാൻ സദസ്സിലേക്ക് പോയി സദസ്സിന്റെ വെട്ടം വെളിച്ചം ഞാൻ കാണുമ്പോൾ ഒരു ഫാത്തിഹ ഉസ്താദിന് അയക്കും. എന്നിട്ട് സ്റ്റേജിലേക്ക് കയറി ഇരിക്കുമ്പോ ഞാനൊരു ഫാത്തിഹ ഓതും 3. അവസാനം ഞാൻ മൈക്കിന്റെ മുമ്പിൽ എത്തുമ്പോൾ കുറച്ചു പേർക്ക് ഞാൻ സലാം പറഞ്ഞിട്ടാണ് എന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ ഇപ്പോ ചേർക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെയാണ്. ഒരു സലാം പറഞ്ഞിട്ട് അവിടത്തെ റൂഹിയായ ബന്ധം എന്റെ പ്രസംഗത്തിലുണ്ട്. അതെനിക്ക് ഇപ്പോഴും എനിക്ക് അനുഭവമാണ്. ഒരുപക്ഷെ ജീവിച്ചിരുന്നതിനേക്കാൾ എന്റെ ഉസ്താദിനെ കൊണ്ട് എനിക്ക് ഇപ്പൊ റൂഹിയായ ബന്ധം കൂടുതൽ കിട്ടിയിരിക്കുന്നു. അത് ഞാൻ എന്റെ തങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ ബന്ധം എന്നെന്ന് നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, 2 തരം പണ്ഡിതന്മാരെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തി. ഇനി മൊത്തത്തിൽ ഞാൻ പറയാം. തൽക്കാലം ഞാൻ ഉസ്താദിന്റെ വിഷയം കുറച്ചങ്ങോട്ട് മാറ്റിവെക്കുന്നു. ഞാൻ അതിനെ കമ്പയർ ചെയ്ത് സംസാരിക്കും. 2 പണ്ഡിതന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞു. ഞാൻ ഇനി പറയുന്ന എന്റെ പണ്ഡിതന്മാരോടാണ്, ഞാൻ അടക്കമുള്ള എന്റെ പണ്ഡിതന്മാരോട് പറയേണ്ട കാര്യമില്ല, ഞാൻ എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ ജനങ്ങളുടെ മുന്നിൽ അത് പ്രസംഗിക്കുമ്പോൾ അത് പൊതുവെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. വിശുദ്ധ ഖുർആന് പരിചയപ്പെടുത്തിയ 2 പണ്ഡിതന്മാരുണ്ട്. ആരെന്നറിയോ? ഒന്നാമത്തെ പണ്ഡിതനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തി. അള്ളാഹുവിന്റെ ഖുർആനിന്റെ തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത് ആ പണ്ഡിതനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയത് മുജാബുദ് ദഅവയാണ്. ചോദിക്കുമ്പോൾ തന്നെ അള്ളാഹു ഉത്തരം കൊടുത്തിരുന്ന പണ്ഡിതനാണ്. ഏത് കാര്യങ്ങൾ പടച്ചവരോട് കൈനീട്ടിയാലും ആ സെക്കൻഡിൽ കൈവലിക്കും മുമ്പ് അല്ലാഹു ഉത്തരം കൊടുത്തതാണ്. എന്റെ പെങ്ങന്മാരെ ശ്രദ്ധയോടെ കേൾക്കണേ. നിങ്ങൾ പഠിച്ചും അതുപോലെ തന്നെ വഴല് കേട്ടും, നിങ്ങളെ പുസ്തകങ്ങൾ വായിച്ചും, നിങ്ങൾ മാസികകൾ വായിച്ചും, നിങ്ങൾ മദ്രസകളിൽ നിന്ന് പഠിച്ചതും നിങ്ങൾ ദർസുകളിൽ പഠിക്കുന്ന പൊന്നുമക്കൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന അറിവുകളുമായി എന്റെ പ്രിയപ്പെട്ട ഉമ്മ, വലിയ അറിവുകളുമായി കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആന് പരിചയപ്പെടുത്തിയ ഒരു പണ്ഡിതനെ നിങ്ങൾക്കറിയുമോ? ആ പണ്ഡിതന് ദുആക്ക് ഇജാബത്തുള്ള പണ്ഡിതനായിരുന്നു. ഏത് കാര്യം ചോദിച്ചാലും അല്ലാഹു ആ സെക്കൻഡിൽ മറുപടി കൊടുക്കുമായിരുന്നു. ആ പണ്ഡിതൻ ആരാണെന്നറിയോ? ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനാണ്. ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധമുള്ള ഒരു പണ്ഡിതനാണ്. സഹോദരങ്ങളെ, മാത്രമാണോ അല്ലാഹു ആ പണ്ഡിതന് കൊടുത്ത ഏറ്റവും വലിയ ഭാഗ്യമേതെന്നറിയോ? അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിലുള്ളതുപോലെ വായിക്കാനുള്ള കഴിവല്ല കൊടുത്തു. എന്തോരോ പാണ്ഡിത്യമാണ്. വലിയ പണ്ഡിതനായിരുന്ന മനുഷ്യനെ ബനൂ ഇസ്രായേലിലാണ് ജീവിച്ചിരുന്നത്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരനായിരുന്നു. ആ മനുഷ്യന്റെ കാലഘട്ടത്തിലാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ ആ ഒരു കാലം വരുന്നത്. ആ സമയത്താണ് സഹോദരങ്ങളെ പരിശുദ്ധമായ ദഅവത്തുമായി, പ്രബോധനവുമായി, പ്രചാരണവുമായിട്ട് മൂസാ നബിയും പരിവാരങ്ങളും അദ്ദേഹത്തിന്റെ നാട്ടിലെത്തുകയാണ്. ആ സമയത്ത് നാട്ടുകാരായ കുറെ ക്രിമിനലുകൾ ഉണ്ടായിരുന്നു. അവര് ഭയന്നു പോയി. മൂസാ നബിയും പരിവാരങ്ങളും വന്നിവിടെ ദഅവത്ത് നടത്തിയാൽ നാളെ ഞങ്ങൾക്ക് ഇവിടെ ആധിപത്യം നടക്കൂല, ഞങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമെന്ന് ഭയപ്പെട്ടപ്പോൾ സഹോദരങ്ങളെ ആ പണ്ഡിതന്മാരുടെ
പണ്ഡിതന്റെ ആ നാട്ടുകാരായ മനുഷ്യര് മൂസാ നബിയെയും അതുപോലെ പരിവാരങ്ങളെയും ഭയന്നു പോയി. അവരോട് കായികമായി നേരിടാനുള്ള കഴിവില്ല. മാത്രമല്ല മൂസാ നബിയും പരിവാരങ്ങളും ഇവിടെ ദഅവത്ത് നടത്തിയാൽ ഇവിടെ ഞങ്ങളുടെ ആധിപത്യത്തിന് കോട്ടലേൽക്കും, മങ്ങലേൽക്കുമെന്ന്, കോട്ടമേൽക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ മനുഷ്യർ ഓടി വന്നു ഈ പണ്ഡിതന്റെ അടുത്ത്. പണ്ഡിതനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. കാരണം അല്ലാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണല്ലോ. ഏത് കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം അങ്ങ് പടച്ചവനോട് ചോദിക്കണം. ഞങ്ങൾ പറയുന്ന കാര്യം അങ്ങ് അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പണ്ഡിതൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ പറ. ആ സമയത്താണ് ആ മനുഷ്യരാ പണ്ഡിതനോട് പറഞ്ഞു കൊടുത്തു, അല്ലയോ ഉസ്താദേ, മൂസാ നബിയും പരിവാരങ്ങളും ഇവിടെ വന്നിരിക്കുകയാ. ഈ നാട് വിട്ട് ഞങ്ങൾ പോകേണ്ടി വരും. അതുകൊണ്ട് മൂസാക്കും എതിരെ നിങ്ങൾ ദുആ ചെയ്യുക. മൂസാ നബി നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. മൂസാ നബിയുടെ നാശത്തിന് വേണ്ടി ദ്വാരക്കണ്ട. മൂസാ നബിയുടെ മരണത്തിന് വേണ്ടി ദ്വാരക്കണ്ട. നിങ്ങൾ ദുആ ചെയ്യേണ്ടത് മൂസാ നബിയും പരിവാരങ്ങളും വന്നതുപോലെ മടങ്ങി പോകാൻ അങ്ങ് ദുആ ചെയ്യണേ. സഹോദരങ്ങളെ, ആ പണ്ഡിതൻ അവരോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ആ പ്രവാചകനെതിരെ ദുആ ചെയ്യാനോ? പ്രവാചകനോടൊപ്പം വിശ്വാസികളുണ്ട്, വിശ്വാസികളോടൊപ്പം മലായിക്കത്തുകളുമുണ്ട്. എന്നെ കൊണ്ട് കഴിയൂല. അല്ലാതെ പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ ദുആ ചെയ്യണം, ഞങ്ങളുടെ നാടിന്റെ ആവശ്യമാണ്. അവസാനം എന്റെ സഹോദരങ്ങളെ, ആ പണ്ഡിതനാ നാട്ടുകാരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു. എങ്ങനെയാ? ദുനിയാവ് സമ്പാദിക്കേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു പുരുഷായുസ് മുഴുവനും സ്വരൂപിക്കേണ്ട സമ്പത്ത് മുഴുവനും ഈ പണ്ഡിതന്റെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കാണ്, ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, സമ്പത്ത് കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയ, സമ്പത്ത് കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയ പണ്ഡിതൻ എന്ത് ചെയ്തെന്നറിയോ? പെട്ടെന്ന് തന്റെ കുതിരപ്പുറത്ത് കയറുകയാ. കുതിരപ്പുറത്ത് കയറിയിട്ട് തൊട്ടടുത്തുള്ള ഹസ്ബാൻ മലയിലേക്ക് പോവുകയാ. ഹസ്ബാൻ മലയുടെ മുന്നിലെത്തുമ്പോൾ തന്റെ കുതിര അതാ കാൽമുട്ടുകളും നിലത്ത് വെച്ചിട്ട് കുനിഞ്ഞ് കിടക്കുകയാണ്, കമിഴ്ന്ന് കിടക്കുകയാ. ആ കുതിര എഴുന്നേൽക്കുന്നില്ല. അത് കണ്ടപ്പോൾ ഹസ്ബാൻ മലയുടെ ചെരുവിൽ വെച്ച് ഈ പണ്ഡിതനാ കുതിരയെ ആഞ്ഞടിക്കുകയാ. കുതിര അവസാനം സംസാരിച്ചില്ലേ? പണ്ഡിതാ, നീ എന്തായി പറയുന്നത്? എന്നെ പിടിച്ചു വലിക്കുന്നത് അല്ലാഹുവിന്റെ മലായിക്കത്തുകളാ. മലക്കുകൾ വിളിച്ചു പറയുന്നത് നീ കേൾക്കുന്നില്ലേ? മൂസാ നബിക്കെതിരെ ദുആ ചെയ്യരുത് എന്ന്. ഇല്ല, എനിക്ക് ദുനിയാവ് മുഴുവനും എന്റെ കാൽച്ചുവട്ടിൽ വന്നിരിക്കുകയാ. ഇനി ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്കിന്ന് സുഖ സൗകര്യങ്ങളുടെ ശീതളിമയിൽ ഞാൻ കഴിയാൻ പോവുകയാ. ഒരു പുരുഷായുസ് കൊണ്ട് നേടാൻ കഴിയുന്നതിനപ്പുറം എനിക്ക് ആളുകളെ തന്നതല്ലേ. അതിന്റെ ഒരു സൗകര്യത്തിന്റെ ഒരു അല്പം നിനക്കും കിട്ടുമല്ലോ. അതുകൊണ്ട് എഴുന്നേക്കു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അടിച്ചടിച്ചതിനെ മർദ്ദിച്ചവശയാക്കിയപ്പോൾ കുതിര ഈ പണ്ഡിതനെയും കൊണ്ട് ഹസ്ബാൻ മലയിലേക്ക് പാഞ്ഞു കയറുകയാ. ഹസ്ബാൻ മലയുടെ മുകളിൽ ചെന്ന് നിന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, മൂസാ നബിയും പരിവാരങ്ങളെയോ നീ മടക്കി അയക്കണേ അല്ലാ. മൂസായെ പരിവാരങ്ങളെ നീ തിരിച്ചയക്കണേ അല്ലാ. ആ സമയത്തിന്റെ സഹോദരങ്ങളെ, ഈ പറയുന്ന പണ്ഡിതന്റെ നാവിന് നീളം കൂടാൻ തുടങ്ങി. അല്ലാ, ഹസ്ബാൻ മലയുടെ മുകളിൽ നിന്ന് മൂസാ നബിക്കെതിരെ ദുആ ചെയ്ത പണ്ഡിതനുണ്ടല്ലോ. ഏതു പണ്ഡിതനാണ്? ദുആക്ക് ഇജാബത്തുള്ള പണ്ഡിതനാ. അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാൻ കഴിവുള്ള പണ്ഡിതനാ. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലകനായ പണ്ഡിതനാ. മാത്രമാണോ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന മഹത്തായ നാമം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ഒരാളാ. ഇസ്മുൽ അഅ്ലം ഇവിടെ ഉള്ള ആർക്കും അറിയില്ല. ഇസ്മുൽ അഅ്ലം പഠിപ്പിക്കപ്പെടുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ചില ഏറ്റവും അടുത്ത വിവിഐപികൾക്കാ. അങ്ങനെ ഇസ്മുൽ അഅ്ലം പഠിപ്പിച്ചു കൊടുത്ത വലിയ പണ്ഡിതനായിരുന്നു. ആ പണ്ഡിതൻ ഇസ്മുൽ അഅ്ലം അറിയാ. പക്ഷെ കാര്യമെന്തേ? സഹോദരങ്ങളെ, ദുആ ചെയ്തു. ആ സമയത്ത് നാവിങ്ങനെ നീണ്ടിറങ്ങാൻ തുടങ്ങി. അവസാനം ആ പണ്ഡിതൻ തന്റെ നെഞ്ചത്തേക്ക് നോക്കുമ്പോ നെഞ്ച് കഴിഞ്ഞ് ദാടി ഇങ്ങനെ ദാടി രോമങ്ങൾ കഴിഞ്ഞു നെഞ്ചറ്റം വന്ന നെഞ്ചിൽ നിന്ന് താഴോട്ടിറങ്ങിയിട്ട് വയറിന്റെ പൊക്കിളിന്റെ ഭാഗമെത്തിയാ
ആ മനുഷ്യന്റെ പണ്ഡിതന്റെ നാവ് ചോദിക്കുന്നതെല്ലാം പടച്ചവന് എതിരാക്കി കൊടുത്തു. മൂസാ നബിക്കും പരിവാരങ്ങൾക്കും എതിരെ ചോദിക്കുന്നത് തന്റെ സമൂഹത്തിന് അനുകൂലമാക്കി കൊടുത്തു. സഹോദരങ്ങളെ, അവസാനമാ പണ്ഡിതനാ മലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, റഹബത്ത് ദുനിയാ വാഖിറതി, എന്റെ ദുനിയാവും ആഖിറവും ഇതാ നഷ്ടപ്പെട്ടിരിക്കുകയാ. സഹോദരങ്ങളെ, ഏത് പണ്ഡിതനാണെന്നറിയോ? ആ പണ്ഡിതന്റെ പേരാണ് ബൽഅം ബിൻ ബാഊറ. ബൽഅം ബിൻ ബാഊറ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ആബിദായ ആലിമായ അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം അറിയുന്ന പണ്ഡിതന്റെ കഥയാണ് പറഞ്ഞത്. അവിടെയും തീരുന്നില്ല സഹോദരങ്ങളെ, ക്ലൈമാക്സ് അവിടെയല്ല. കള്ളുകുടിയന്മാരെ പറ്റിയിട്ട് അല്ലാഹു ഇന്നേവരെ ഖുർആനിലൂടെ മോശം വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല. വ്യഭിചാരികളെ അല്ലാഹു തആല ഖുർആനിലൂടെ മോശം വാക്കുകൊണ്ട് പരാമർശം നടത്തിയിട്ടില്ല. പലിശക്കാരനെയും പരദൂഷണം പറഞ്ഞവനെയും നാട്ടിലെ ക്രിമിനലിനെയും അല്ലാഹു തആല മോശം വാക്കുകൊണ്ട് ഖുർആനിലൂടെ ആക്ഷേപിച്ചിട്ടില്ല. എന്തിനേരെ ഈ പറയുന്ന വാക്ക്? ഈ പണ്ഡിതനെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തിയ വാക്ക് പിശാദിനെ പോലും അല്ലാഹു പറഞ്ഞില്ലല്ലോ. അബൂലഹബിനെ പോലും അബൂജഹലിനെ പോലും അല്ലാഹു അങ്ങനെ ഒരു വാക്ക് കൊണ്ട് പരിചയപ്പെടുത്തിയില്ല. ഇസ്മുൽ അഅ്ലം അറിയുന്ന പണ്ഡിതാ, ഇജാബത്തുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്ന പണ്ഡിത കുലപതിയെ, ആ പണ്ഡിതനെ പറ്റിയിട്ട് അല്ലാഹു പറഞ്ഞ വാക്കം തന്നറിയോ? മസലുഹു കമസലിൽ കൽബ്, അവനും നായയെ പോലെയാണ്, നായയെ പോലെയാ. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് നായേ എന്ന് വിളിച്ചാൽ അവനെ ആക്ഷേപിക്കുന്നതിന്റെ ഏറ്റവും അങ്ങേ തലമല്ലേ ആ പണ്ഡിതനെ പറ്റി നായ എന്ന് അല്ലാഹു വിളിച്ചെങ്കിൽ? സഹോദരങ്ങളെ, കാരണം എന്തെന്നറിയോ? അല്ലാഹു ആ പണ്ഡിതനെ ഏറ്റവും വലിയ അധമഭാവത്തിലേക്ക് അധപ്പതിപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇൽമല്ലാഹു തന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഭാഗത്തിൽ ഞാനും നിങ്ങൾ പെട്ടുപോയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കൂടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ പണ്ഡിതനെ അങ്ങനെ ഒരു പേര് വിളിച്ചത്. ഏത് പേരാണ് അല്ലാഹു വിളിച്ചത്? മസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം, അവന്റെ എക്സാമ്പിളും നായയെ പോലെയാണ്, ശോനനെ പോലെയാ, പട്ടിയെ പോലെയാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ്. ഏത് മനുഷ്യന്? പണ്ഡിതനായ മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ അല്ലാഹു ഇത്രത്തോളം മതപ്പതിപ്പിക്കാൻ കാരണമെന്നറിയോ? അല്ലാഹു രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത് അല്ലാഹു പറയുന്നു, വലൗ ശിനാ ലറഫഅനാ, എനിക്ക് വേണമെങ്കിൽ അവനെ ഏറ്റവും വലിയ ആളാക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാത്ത കാര്യം എന്തെന്നറിയോ? വലാകിന്നഹു അഖ്ലദ ഇലൽ അർള് വതബഅ ഹവാ. രണ്ട് തെറ്റാണ് ബൽഅം ബിൻ ബാഊറ എന്ന പണ്ഡിതനിൽ നിന്ന് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രണ്ട് തെറ്റുകളാ ഉണ്ടായത്. അതിൽ ഒന്നാമത്തേത് അഖ്ലദ ഇലൽ അർളി, അവന് ഭൂമി ലോകത്തേക്ക് വേണ്ടിയിട്ട് ദുനിയാവിന് വേണ്ടിയുള്ള പണ്ഡിതനായി പോയി. രണ്ടാമത്തേതോ വതബഅ ഹവാ, അവനവന്റെ ശരീര ഇച്ഛയുടെ പിന്നാലെ പോയി. അവന്റെ ശരീരം ആഗ്രഹിക്കുന്നത് മുഴുവനും അവൻ അനുസരിച്ചു പോയ പണ്ഡിതനാണ്. അവന് ദുനിയാവിന് വേണ്ടിയുള്ള പണ്ഡിതനാ. അവിടെയാണ് ശൈഖുനാ കൊളപ്പുറം ഉസ്താദിനെ വ്യതിരിക്തനാക്കുന്നത്. അവിടെയാണ് നമ്മുടെ മശായിഖുമാരെ മാറ്റി നിർത്തുന്നത്. എന്ത് ദുനിയാവിന്റെ പിന്നാലെയാ പോയത്? ഒരിക്കലും ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. മാത്രമല്ല വതബഅ ഹവാ, ശരീര ഇച്ഛയോ പിൻപറ്റിയ പണ്ഡിതന്മാരാ. ഇവരെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തിയ നായ എന്നാണെങ്കിൽ ബൽഅം ബിൻ ബാഊറ എന്ന് പറയുന്ന ഏറ്റവും വലിയ പണ്ഡിതനെ പറ്റിയിട്ട് അല്ലാഹു പരിചയപ്പെടുത്തിയത് നായ എന്നാണ്. അല്ലാഹു നമ്മളെ പണ്ഡിതന്മാരെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ പാണ്ഡിത്യത്തിന്റെ നിപുണന്മാരായ നേതാക്കന്മാരെ ആ അവസ്ഥയെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമാശയത്തിനാണ് ആദർശത്തെക്കാൾ വില കൊടുക്കുക. ആദർശത്തെക്കാൾ ആമാശയത്തിന് വില കൊടുക്കുന്ന, അന്നമുന്നമായി കാണുന്ന, ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു പോകുന്ന അധികാരി വർഗത്തിന്റെ ഓശാ
ഓശാന പാടി പോകുന്ന പണ്ഡിതന്മാരായി മാറിപ്പോയാൽ അള്ളാഹു അവരെ പറ്റി പറഞ്ഞ വാക്കാണ് മസലുഹു കമസലിൽ കൽബ്. അവനും നായയും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഹുബ്ബുർ റസൂലിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു പണ്ഡിതൻ, വിശാലമായി പറയേണ്ട കാര്യമില്ല, ഒരു പണ്ഡിതൻ അള്ളാഹു പരിചയപ്പെടുത്തിയത് എനിക്ക് വേണമെങ്കിൽ അവനെ ഉയർത്താമായിരുന്നു, പക്ഷെ ഞാൻ ഉയർത്താത്ത കാരണം രണ്ട് കാരണം. ഒന്ന്, അഖ്ലദയിലല്ലാതെ ദുനിയാവിന്റെ പിന്നാലെ പോയി, ദുനിയാവ് വേണമെന്ന മോഹം വന്നു പോയി. രണ്ടാമത്തേതോ വത്തബഅ ഹവാഹു, അവന്റെ ശരീരം എന്താഗ്രഹിക്കും അതിനാണ് പ്രാധാന്യം കൊടുക്കുക, അതിനാണ് പ്രാധാന്യം കൊടുക്കുക. ഉഖ്റവിയായ ആലിമീങ്ങൾക്കുണ്ടാകേണ്ട ചില ഗുണങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നാലെ പറയും. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുണ്ടായാൽ നമ്മൾ ഇതുപോലെ സദസ്സിലൊന്നിരുന്ന് ആഗ്രഹിച്ചാൽ മതി. ഇപ്പൊ ഗസ്ല് എന്ന് പറഞ്ഞ നെയ്ത്തുകാരൻ, ടൈലർ എന്നാണ് അർത്ഥം. ഗസ്ല് എന്ന് പറഞ്ഞ ടൈലർ, നെയ്ത്തുകാരൻ. അപ്പൊ നെയ്ത്തുകാരനായ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഗസാലി എന്നാണ്. അവ മൂപ്പര് വലിയ വലിയ ആലിമീങ്ങളുടെ സദസ്സിൽ പോയിരുന്ന അവർക്ക് ഖിദ്മത്ത് എടുക്കും, ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. എന്നിട്ട് ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യും, അല്ലാഹുവേ, ഞാൻ ഈ ഖിദ്മത്ത് എടുക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, എന്റെ മോനെ കൂടി നീ ഇതുപോലത്തെ ഒരു വലിയ പണ്ഡിതനാക്കി തരണം. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ മകനെ അല്ലാഹു പണ്ഡിതനാക്കി. ആ പണ്ഡിതന്റെ പേര് പറയാത്ത സൂര്യോദയങ്ങളില്ല, ആ പണ്ഡിതന്റെ പേര് പറയാത്ത സൂര്യാസ്തമനങ്ങളില്ല. ആ പണ്ഡിതൻ ആരാണ്? മഹാനായ ഇമാമുനാ ഗസാലി റഹിമഹുല്ലാഹ്. ഗസാലി ഇമാമിന് ഈ നിലയിലെത്താൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? തന്റെ പ്രിയപ്പെട്ട വാപ്പ ഇതുപോലുള്ള സദസ്സുകളിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണമാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ ആലിമീങ്ങളെ പറ്റിയല്ലേ പറയുന്നത്. എനിക്കെന്ത് ഗുണമാണ്? ഇവിടെ ഇനിയും ശൈഖുൽ ഹദീസുമാരുണ്ടാകണം. ഇനിയും ഇവിടെ ശൈഖുൽ ഹദീസുമാര് കുളപ്പുറത്ത് നിന്നുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കൾ ഇതുപോലെ ഒരു നിലയിലെത്താൻ വേണ്ടി നിങ്ങൾ കൊതിക്കും. ഇപ്പൊ ഇവിടെ കേസ് എഴുതി, ഞാനത് വായിച്ചു, എനിക്ക് അഭിമാനം തോന്നി. എന്റെ പ്രിയപ്പെട്ട ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നമ്മുടെ പിന്നെ ഒരു വലിയ ഗ്രന്ഥത്തിന്റെ പിന്നെ ഒരു മുസന്നിഫ്, ഒരു രചയിതാവ്, ബിഗിയത്തുൽ മുസ്തർശിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫ് രേഖപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യന്റെ ചരിത്രം എഴുതുന്ന ഒരാള് അയാളെ ജീവൻ നൽകിയതുപോലെയാണ്. ഒരാളുടെ ചരിത്രം നമ്മൾ എഴുതിയാലേ അയാൾക്ക് ജീവൻ നൽകിയതുപോലെയാണ്. എന്നിട്ട് ആ ചരിത്രം നമ്മൾ വായിച്ചാലോ അയാളെ സന്ദർശിച്ചതുപോലെയാണ്. അയാളെ സന്ദർശിച്ചാലോ അള്ളാഹുവും അയാളും തമ്മിൽ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നതിന് പടച്ചവൻ കാരണമാക്കുമെന്നാണ്. അതുകൊണ്ടാണ് മൗലിദ് പാരായണം വേണോന്ന് പറയുന്നത്. എന്താ കാര്യം? മൗലിദ് 13-ാം നൂറ്റാണ്ട് എഴുതട്ടെ, 10-ാം നൂറ്റാണ്ട് എഴുതട്ടെ, അത് നമ്മൾ നോക്കട്ടെ. എഴുതിയവരങ്ങ് വിട്ടേക്ക്, പാവങ്ങൾ ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മൾ എന്തു വേണം? അവര് എഴുതിയത് കാരണമായി അവര് നമുക്ക് ജീവൻ നൽകിയതുപോലെയാണ്. ഇന്നിപ്പോ ജീവൻ നൽകിയില്ലേ? നമ്മളൊന്ന് മനോഹരമായി ഓതിയ, ഞങ്ങളുടെ നാടുകളിലൊന്നും ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ മങ്കൂസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് മൗലിദ് എന്നാണ്. മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് മൗലിദ് എന്നാണ്. എവിടെയും പറയുന്നത് എന്താണ്? ഷറഫുലന മോദട്ട. ഇല്ല, മങ്കൂസ് ഓതിയാതി. ഇതെല്ലാവരും കരുതി വെച്ചിരിക്കണം മങ്കൂസ് ഖുർആനെക്കാളും വലുതെന്ന. മങ്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ഷോർട്ട് മൗലിദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മൗലിദാണ്. ഓതുന്നെങ്കിൽ വലിയ മൗലിദ് ഓതണം, ഓതുന്നെങ്കിൽ വലിയ മൗലിദ് ഓതണം. ഇന്നിവിടെ 40 ഞാൻ വരുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മളത് വായിക്കുകയും പറഞ്ഞു കേട്ടപ്പോൾ ചെയ്ത് കണ്ണടച്ച് നിന്നാൽ നമ്മൾ റൗളാ ശരീഫിന്റെ മുമ്പിലാണോ തോന്നിപ്പോകും. അതുകൊണ്ടാണ് മഹാനായ ബിഗിയത്തുൽ മുസ്തർശിദീന്റെ മുസന്നിഫ് പറഞ്ഞത്, നിങ്ങൾ ഒരാളുടെ മദ്ഹ് വായിച്ചാൽ അവൾ നിങ്ങൾ സന്ദർശിച്ചതുപോലെയാണ്. നമ്മൾ അവിടെ റൗളയിലെത്തിയതുപോലെ തോന്നിപ്പോയി അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതപ്പെടുന്നു, ഇവിടെ വായിക്കപ്പെടുന്നു. ഉസ്താദിനെ പറ്റി ഒന്ന് പഠിച്ചോളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കം വരുന്നില്ലല്ലോ. ഇനി രണ്ടാമത്തെ പണ്ഡിതൻ, ഇനി ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ പണ്ഡിതൻ ശ്രദ്ധിച്ചു കേട്ടോളി. ഒന്നാമത്തെ ആള് ബൽഅം ബിൻ ബാഊറ. അയാളുടെ പാണ്ഡിത്യത്തിന്റെ ഏറ്റവും വലിയ നൈപുണ്യം ഏതാണ്? ചോദിക്കുമ്പോ അപ്പോഴുത്തരം കൊടുക്കും. കൈ വലിക്കേണ്ട അതിനുമ്പ് അല്ലാഹുവിന് കൊടുക്കാൻ അത്രത്തോളം അടുത്ത ആളായിരുന്നു. ഇസ്മുൽ അഅ്ലം അറിയാം, വേറെ ആർക്കും അറിയില്ല. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ ഒരു റക്അത്ത് ചെപ്പിയാല മഹലിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 25,000 ഇരട്ടി പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നത്.
ആ ബൈത്തുൽ മുഖദ്ദസിന്റെ നിത്യ സന്ദർശകൻ. ഇനി എന്ത് വേണം? തട്ടുകട ഇരുന്നു കൊണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാൻ കഴിയുന്ന പാണ്ഡിത്യം. പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? അയാൾക്ക് വയറായിരുന്നു ആഗ്രഹം. എന്തെങ്കിലുമൊക്കെ തിന്നണം, എന്തെങ്കിലുമൊക്കെ സുഖിക്കണം, ഇതായിരുന്നു ആഗ്രഹം. ദുനിയാവ് കണ്ട അപ്പോഴേ അതിന്റെ പിന്നാലെ പരക്കം പായും. അള്ളാഹു ഈ വലിയ മഹാനായ പണ്ഡിതനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയത് പട്ടി, നായ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തി. ഇന്നും ആളുകൾ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആ സൂറത്ത്, ആ ആയത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അയറാഫിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹു നമ്മളെ പടച്ചതമ്പുരാൻ ആ ഒരു വലിയ മോശമായ അവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമതൊരു പണ്ഡിതനെ പറ്റി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ആരെന്നറിയാമോ? ആരാ? ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്ത് ഒരാളെ എഴുന്നേറ്റൊരു സംശയം ചോദിച്ചു. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാന്ന് ചോദിച്ചു. ഞാനല്ലേ, പിന്നെ അല്ലാതാരാ? അഹങ്കാരത്തോട് പറഞ്ഞതല്ല, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ വന്ന ഞാൻ തന്നെയാണ് ഇപ്പൊ ഈ സദസ്സിലുള്ളതിനേക്കാളൊക്കെ വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹ് പറഞ്ഞു, മൂസാ നബിയെ നിങ്ങളെന്നോ നിങ്ങൾ പറയുന്നത്? എന്നാൽ എന്റെ ഒരു ദാസനുണ്ട്, നിങ്ങളൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ മൂസാ നബി ഈ പണ്ഡിതനെ കാണാൻ വേണ്ടിയിട്ട് പോയി. ആ പണ്ഡിതന്റെ പേരാണ് മഹാനായ ഖളിർ അലൈഹിസ്സലാം. എന്റെ ഉസ്താദിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇജാസത്തുള്ള ഒരു മഹാനാണ് ഖളിർ അലൈഹിസ്സലാം. നമ്മുടെ ഉസ്താദ് എപ്പോ ദുആ ചെയ്താലും, എപ്പോ ഫാത്തിഹ ഓതിയാലും, എത്ര തിരക്ക് പിടിച്ച യാത്രയിലാണ് ഫാത്തിഹ ഓതുന്നതെങ്കിലും ഖളിർ അലൈഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതാറ ഉസ്താദ് ഇന്നുവരെ ഒരു ദിവസം പോലെ. എനിക്ക് കിടക്കാൻ നേരത്തെ ഖളിർ നബിയുടെ പേരിൽ ഫാത്തിഹ ഓതാനുള്ള ഇജാസത്ത് 13 വർഷങ്ങൾ 12 വർഷങ്ങൾക്ക് മുമ്പ്, എന്റെ ഒരു വ്യാഴവട്ട കാലങ്ങൾക്ക് മുമ്പ് എന്റെ ഉസ്താദ് എനിക്ക് തന്നതാണ്. ഇന്നുവരെ ഞാനത് മുടക്കിയിട്ടില്ല. ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്. മൂസാ നബി അങ്ങനെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. ഖളിർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഏയ് നിങ്ങളെ കൊണ്ട് എന്റെ അടുത്ത് പഠിക്കാനൊന്നും പറ്റൂല, നിങ്ങളെ കൊണ്ട് എന്റെ അടുത്ത് പഠിക്കാൻ പറ്റില്ല, എന്റെ സ്വഭാവം അത്ര നിങ്ങൾക്ക് പെട്ടെന്ന് പിടിക്കില്ല. ഇല്ല, കുഴപ്പമില്ല, ഞാൻ കൂടെ നിന്നോളാം. ഈ പണ്ഡിതനെ പറ്റി അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹു പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എവിടെയാണ്? അള്ളാഹു ഈ പണ്ഡിതനെ പറ്റി കേട്ട് പറഞ്ഞത് അബ്ദം മിൻ ഇബാദിനാ, എന്റെ ഒരു ഇഷ്ടപ്പെട്ട ദാസനെന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഇതെന്റെ ദാസനെന്ന് ഒരാളെ പറ്റി അള്ളാഹ് പറഞ്ഞാൽ അവിടെ പറഞ്ഞത് ഖളിർ നബിയെ പറ്റി മാത്രമാണ് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഖുൽ യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് പറഞ്ഞാൽ ഇത് മലപ്പുറത്തുള്ളവരുമുണ്ട്, കോഴിക്കോടുള്ളവരുമുണ്ട്, കേരളത്തിലും തമിഴ്നാട്ടിലെ കർണാടകയിലും ഉള്ളവരുണ്ട്, ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉള്ളവരുണ്ട്, ലോകത്തുള്ള എല്ലാവരുമുണ്ട്. പക്ഷെ അള്ളാഹു ഈ പറഞ്ഞ അബ്ദ് അത് ഖളിർ നബി മാത്രമാണ്. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ് ഈ പണ്ഡിതനെ. അള്ളാഹ് പറഞ്ഞത് ഫവജദാ അബ്ദൻ മിൻ ഇബാദിനാ, നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ദാസനെ അവിടെ അവര് കണ്ടെത്തി. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷനോ വഅതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ, എന്റെ കാരുണ്യം മുഴുവനും ഞാൻ ആ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്റെ കാരുണ്യം മുഴുവനും ആ മനുഷ്യന് ഞാൻ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയോ? വല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, എന്റെ ഭാഗത്ത് നിന്ന് ലദുന്നിയായ ഇൽമ ഞാൻ കൊടുത്തിട്ടുണ്ട്. അധ്വാനിച്ച് പഠിക്കുന്നതല്ല, വർഷങ്ങളോളം കുട്ടിയിരുന്ന് ഉറക്കമുളച്ച് പഠിക്കുന്നതല്ല. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയത്തിലേക്ക് ഒരു കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കും പോലെ ഒഴിച്ചു കൊടുക്കുന്ന ലദുന്നിയായ ഇൽമ. ആ ഇൽമ കിട്ടിയ പണ്ഡിതനാണ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസനാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പാത്രീഭൂതനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പണ്ഡിതന്റെ പ്രത്യേകത എന്തെന്നറിയോ? മഹാനായ മൂസാ നബി പഠിക്കാമെന്നപ്പോ മൂസാ നബിയോട് പറഞ്ഞതെന്താണ്? എന്നോടൊപ്പം ക്ഷമിച്ച് നിൽക്കാൻ നിനക്ക് കഴിയില്ല. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, ഇല്ല, എനിക്ക് കഴിയും, ഞാൻ പഠിച്ചോളാം, അള്ളാന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ പണ്ഡിതന്റെ മറുപടി എന്തെന്നറിയോ? വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബറാ,
ആഴത്തിൽ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത് എങ്ങനെ നിനക്ക് ക്ഷമിക്കാൻ കഴിയും? പൊന്നുമോനെ മൂസ, ചിലപ്പോ ഞാൻ ചെയ്യുന്നത് നിനക്ക് ആഴത്തിൽ മനസ്സിലായെന്ന് വരില്ല. നിനക്ക് പ്രത്യക്ഷത്തിൽ അത് മോശമാണെന്ന് തോന്നാ. അപ്പോൾ നീ ഉടനെ എന്നോട് അതിനെപ്പറ്റി ചോദിക്കാനിടയുണ്ട്. അതുകൊണ്ട് നീ എന്നോട് ചേരണ്ട, എനിക്ക് നിന്നോട് പഠിപ്പിക്കാൻ താല്പര്യവുമില്ല. ഇല്ല നബിയേ, ഇല്ല ഉസ്താദേ, ഞാൻ അങ്ങയോടൊപ്പം ചേർന്നോളാം, എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ആ അടിമയായ ഖദർ നബി ചോദിക്കുകയാണ്, ഫകൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റാ. ആഴത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനെ പറ്റി എങ്ങനെ ക്ഷമിക്കാൻ കഴിയോ? നീ ചിന്തിക്കുന്നതൊന്നുമല്ല കാര്യം. സഹോദരങ്ങളെ, പാണ്ഡിത്യത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതമായ അവസ്ഥയെ പറ്റിയാണ് അല്ലാഹ് പറയുന്നത്. പണ്ഡിതന്മാര് എന്തെങ്കിലും ചെയ്യുമ്പോ അതിനെതിരെ നമ്മൾ ബാലിശമായ ന്യായങ്ങൾ നിരത്തിയിട്ടതിനെ ഒരിക്കലും നമ്മൾ നിരൂപണം നടത്താൻ നിൽക്കണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആരിഫീങ്ങളായ പണ്ഡിതന്മാർ അവരുടെ വഴിക്കാണ് അവരെ വിടേണ്ടത്. അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കണ്ട. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ, അവര് പറ്റിയിട്ട് നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റാ. എനിക്ക് അല്ലാഹു തന്നതിൽ ദുനിയായ ഇൽമാണ്. ആ ഇൽമു കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ നിനക്കതിനെ പറ്റിയിട്ട് പ്രത്യക്ഷത്തിൽ മോശമായി തോന്നിയേക്കാ. എന്റെ ശൈഖുനയും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ദിവസം ഞാൻ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഗൾഫിൽ ഒരു പരിപാടിക്ക് വിളിക്കുകയാ. ഗൾഫ് പരിപാടിയാണ്. ഓരോ മാസത്തിന്റെ തുടക്കത്തിലും എന്നെ വിളിച്ചിട്ട് ചോദിക്കും, മോനെ 30 ദിവസവും പരിപാടിയുണ്ടോ? ആളുകളൊക്കെ പരിപാടിക്ക് ക്ഷണിക്കുന്നുണ്ടോ? ഉസ്താദേ, വിളിക്കുന്നുണ്ട്, കൊടുക്കാൻ ഡേറ്റ് ഇല്ലാത്തതിന്റെ കുറവേ ഉള്ളൂ. അപ്പോൾ പറയും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, ചില ഘട്ടങ്ങളിൽ ചില പിടിവള്ളികൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോൾ പല രീതിയിൽ ഞാൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ചില രൗദ്രതയുടെ ഏതാനും വേതാളങ്ങളുടെ ഇടയിൽ ഞാൻ ഞെരിഞ്ഞമർന്നിട്ടുണ്ട്. ആ സമയത്ത് ആ പിടിവള്ളിയിൽ നിന്ന്, ആ രൗദ്രത നിറഞ്ഞ ആ വേതാളത്തിന്റെ, ആ ഹിംസ്ര ജന്തുവിന്റെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ ഗുരുനാഥനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ എന്നോട് വീണ്ടും വീണ്ടും വിളിക്കും, പരിപാടികൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. സഹോദരങ്ങളെ, ആ സമയത്താണ് ഓരോ പരിപാടികളും എന്നോട് പറയാറുണ്ട്, ആള് നോക്കണ്ട, ദൂരം നോക്കണ്ട, ആരോഗ്യം പറ്റുമെങ്കിൽ പോയിക്കോ മോനെ, പൊയ്ക്കോ. അവസാന ഏത് സദസ്സിലും പോകണമെന്ന് എന്നോട് നിർബന്ധമായി ശടിക്കാറുള്ള ഉസ്താദിനോട് സന്തോഷത്തോടെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഗൾഫിൽ നിന്നൊരു വിളി വരികയാണ്. ഗൾഫ് മലയാളികൾ പ്രവാസികളുടെ മുന്നിൽ പ്രസംഗിക്കാനാണ്, ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ എന്നോട് ഉസ്താദ് പെട്ടെന്ന് പറഞ്ഞ മറുപടി, പോകണ്ട. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി, എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. മൂസാ നബി ഖദർ നബിയുടെ മുമ്പിലിരുന്ന് വിങ്ങിപ്പൊട്ടിയതുപോലെ എന്റെ ഉസ്താദിന്റെ ഫോൺ കോൾ കേട്ടുകൊണ്ട് എനിക്ക് സങ്കടം വന്നു. പക്ഷേ ഉസ്താദ് എന്നോട് പറയാതെ പറഞ്ഞു, ഫകൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റാ. മോനെ, നിനക്ക് ആഴത്തിലറിയാത്ത കാര്യത്തെ പറ്റിയിട്ട് വിഷമിക്കണ്ട. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ജുമയ്ക്ക് മാത്രമല്ലേ, വെള്ളിയാഴ്ച മാത്രമല്ലേ ഡ്യൂട്ടിയുള്ളൂ? അതെ, നീ ഒരു വെള്ളിയാഴ്ച മുടക്കിയാൽ സാധാരണ മുദരിസുമാര്, ഇമാമിങ്ങൾ, സാധാരണ ഖതീബുമാര് ഒരാഴ്ച പള്ളിയിൽ പോകാത്തത് പോലെയാണ്. അത് പടച്ചോന്റെ അടുത്ത് നീ സമാധാനം പറയേണ്ടി വരും. മാത്രമല്ല, പള്ളിയിൽ നിന്ന് നിന്നെ ആളുകൾ നിനക്ക് ശത്രുക്കളായി മാറും. ഒരു ജുമയ്ക്ക് മാത്രം നിന്നെ ഉത്തരവാദിത്തമേൽപ്പിക്കുമ്പോൾ അതും നീ മുടക്കിയിട്ട് ഗൾഫിലേക്ക് പറന്നുപോയാൽ, നീ പ്രസംഗത്തിനെന്ന് പറഞ്ഞ ഗൾഫിൽ പോയാൽ ഇവിടത്തെ ജോലി നിനക്ക് നഷ്ടമാകൂലേ? അത് ഒരു വെറുതെ എന്തിനത് നഷ്ടപ്പെടുത്തണം? ഒരു ഇമാം എന്ന് പറഞ്ഞാൽ, ഖതീബ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഉത്തരവാദിത്വമല്ലേ? പോകണ്ട മോനെ എന്ന് പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് അതിന്റെ പൊരുൾ മനസ്സിലായത്. ഫകൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റാ. ആഴത്തിലറിയാത്തതിനെ പറ്റി നമ്മൾ ഒരു പക്ഷേ പരിതപിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഉംറയ്ക്ക് പോലും പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അന്ന് മുതൽ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ഗൾഫ് പരിപാടികൾക്ക് വിളി വന്നിട്ടുണ്ട്, പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്റെ ഉസ്താദ് പറഞ്ഞു പോകരുതെന്ന്. ഞാൻ പോയാൽ എനിക്കറിയാം പരിപാടി ആകെ കുളം തോണ്ടുമെന്നറിയാം. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അകക്കണ്ണുള്ള അകക്കാമ്പുള്ള പണ്ഡിതനാ, അകക്കാ
മക്കാമുള്ള പണ്ഡിതനാണ്. കേരളത്തിൽ ഏറെ പണ്ഡിതനാ സഹോദരങ്ങളെ. ഇത്ര വലിയ സൗഭാഗ്യം ചെന്നത് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരാളിന്റെ കഥ. നമ്മുടെ മൂന്നിയൂരും പുകയൂരുമുള്ള രണ്ട് അഭിമന്യരായ ഗുരുനാഥന്മാരുണ്ട് ജാമിഅ മന്നാനിയിൽ. ഉസ്താദിന്റെ വലം കൈയും ഇടം കൈയുമായി നടന്ന ബഷീർ ഉസ്താദും അബ്ദുറഹ്മാൻ ഉസ്താദും. അതിൽ അബ്ദുറഹ്മാൻ ഉസ്താദും മന്നാനിയിൽ നടന്ന ഉസ്താദിന്റെ അനുസ്മരണത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാ. യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരാള്, അയാളുടെ കയ്യിരിക്കുന്ന ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷ് അറബീകരിക്കണം, അതിന് ആർക്കും കഴിവില്ല. പാളയത്ത് പോയി. അതുപോലെ അവിടുത്തെ തിരുവനന്തപുരത്തെ പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ പോയി. അറിയില്ലേ, തിരുവനന്തപുരത്തെ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഇമാമാണ് ഞാൻ. മലയാളം പോലും നല്ലോണം അറിയില്ല. അപ്പൊ ആരോട് ചോദിക്കാനാണ്? സഹോദരങ്ങളെ, പണ്ഡിതന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും ചെന്ന് കണ്ടു. ആർക്കും അതിന് മറുപടിയില്ല. അയാൾക്ക് ഏറ്റവും നല്ല ശമ്പളത്തിൽ കിട്ടുന്ന ഒരു ജോലിയാണ്. ആ ജോലി നഷ്ടപ്പെട്ടു പോയാൽ കുടുംബം പട്ടിണിയാണ്. ആ ഘട്ടം വന്നപ്പോൾ എല്ലാ ഇംഗ്ലീഷ് പ്രൊഫസർമാരുടെ മുമ്പിലും ചെന്നു, അറബിക് മുൻഷിമാരുടെ മുമ്പിലും പോയി. ആർക്കും അതിനെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം ഒന്ന് ചെന്ന് നോക്കാം, അറ്റ്ലീസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് വർക്കല ജാമിഅ മന്നാനിയിൽ വന്നു. സഹോദരങ്ങളെ, 5 മിനിറ്റ് കൊണ്ട് എന്റെ ആദരണീയനായ പുകയൂർ അബ്ദുറഹ്മാൻ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. ചോദിച്ചു നോക്കെന്റെ സഹോദരങ്ങളെ, ആ ഉസ്താദിന്റെ റൂമിൽ, ജാമിഅ മന്നാനിയുടെ 1-ാം നമ്പർ റൂമിൽ, ഉസ്താദിന്റെ ആ ഒരു ചെറിയ റൂമിന്റെ ഇടനാഴിയിലെ വാതിൽ തുറന്നകത്ത് കയറിയിട്ട് സലാം ചൊല്ലി. ആരാണ് പരിചയമില്ലെങ്കിലും പരിചയമുള്ള ആളിനെ കാണുന്ന രീതിയിലാണ് സ്വീകരണം ഉണ്ടാവുക. അങ്ങനെ ഉസ്താദ് സ്വീകരിച്ചിരുത്തിയപ്പോൾ ഇതങ്ങോട്ട് കൊടുത്തു. ഉസ്താദ് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മടക്കി കൊടുത്തു. അയാൾക്ക് നല്ല ജോലി കിട്ടി. ഇത് ഉസ്താദ് പറയുമ്പോൾ ബുഖാരി മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ 100 കണക്കിന് മന്നാനിമാരുടെ രോമം എഴുന്നേറ്റ് സൈന്യത്തെ പോലെ നിന്നു. അവർക്ക് രോമാഞ്ചമുണ്ടായി പോയി. ഇത്രയും പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനെയാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടത്. സഹോദരങ്ങളെ, കേസി എഴുതിയതുപോലെ മഹത്വം അറിയപ്പെടാത്ത ഒരു പണ്ഡിതനായിരുന്നു. മരണശേഷമാണ് അറിയപ്പെട്ടത് നമ്മൾ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് ഇപ്പോഴല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലെ അകക്കാമ്പുള്ള പണ്ഡിതനായിരുന്നു ആദരണീയനായ ബഹുമാന്യനായ ശൈഖുൽ ഹദീസ് ഉസ്താദ് അവർകൾ. ഒരു വലിയ ഉസ്താദ് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു ദിവസം മന്നാനിയിൽ വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾ എന്തായി കഴിക്കാത്ത? ഉസ്താദിന്റെ ഭക്ഷണ രീതി നിങ്ങൾക്ക് അറിയോ? മക്കൾക്കറിയാൻ കഴിയും. തേൻ കുടിച്ചതുപോലെ. ഞാൻ ദുആ ചെയ്തപ്പോൾ പ്രത്യേകം പറഞ്ഞു, അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മധുരം വലിയ ഇഷ്ടമായിരുന്നു. ഉസ്താദിനും മധുരം വലിയ ഇഷ്ടമാണ്. തേൻ കലക്കി കുടിക്കുമ്പോഴുള്ള മധുരത്തിൽ ആ ചായ കുടിക്കുക. അപ്പോ ഒരു ചപ്പാത്തി ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ടാൽ എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഉസ്താദ് കഴിക്കുന്ന 1 കൊല്ലം കഴിക്കുന്ന നമ്മൾ ഒരു നേരം കഴിക്കും. അപ്പൊ ഈ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയും ശരീരം ഇങ്ങനെ ഉസ്താദിനെ പോലെ ഞാൻ മാറി നോക്കുന്ന ഒരാളാണ് ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരൻ. എനിക്ക് വലിയ ആഗ്രഹമാണ് തിരുവനന്തപുരത്ത് മന്നാനിയിൽ ഉസ്താദിന്റെ ജ്യേഷ്ഠനെ ഒന്ന് കൊണ്ടുപോകണം. ഈ ഷോളങ്ങ് മാറ്റി, അല്ലെങ്കിൽ ഷോള് കഴുത്തിലൂടെ ഇട്ടിട്ടൊരു കേപ്പ്, ഒരു ബംഗ്ലാദേശ് കേപ്പ് വെച്ചു കൊടുത്താൽ, ഉസ്താദ് സ്ഥിരം വെക്കുന്ന ഒരു തൊപ്പി വെച്ചു കൊടുത്താൽ, എന്നിട്ടൊന്ന് തിരിച്ചു നിർത്തിയാലും, എങ്ങനെ നിർത്തിയാലും, എന്തിനേറെ ആ മുണ്ടെടുക്കുന്ന രീതി പോലും ഉസ്താദിന്റെ അതേ ശൈലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉസ്താദിന്റെ അത് ഒരു ഫോട്ടോ സ്റ്റാറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആരോഗ്യം നീട്ടിക്കൊടുക്കട്ടെ. നമുക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഉസ്താദിന്റെ ഫോട്ടോ അപൂർവങ്ങളിൽ അപൂർവമാണ്. പക്ഷേ നമുക്കിനി ഉസ്താദിനെ കാണണമെന്ന് തോന്നുമ്പോ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തിട്ട് ആ മഹാനെ ഒന്ന് കണ്ടിട്ട് പോയാൽ, ആ ഒരു വലിയ മനുഷ്യനെ ഒന്ന് കണ്ടിട്ട് പോയാൽ, ഞങ്ങൾക്ക് ഉസ്താദിന്റെ അടുത്ത് വന്നതുമായി, ഉസ്താദിനെ കണ്ടതുമായി അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു എല്ലും തോലുമായി ഒരു ശോഷിച്ച ശരീരം, ഒന്നും കഴിക്കില്ല. അങ്ങനെയാണ് ഒരു വലിയ പണ്ഡിതൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഒന്നും കഴിക്കാത്തെന്താ? ഹക്കാണേ, കള്ളമില്ല കേട്ടോ. അപ്പൊ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? താഴോട്ട് വെക്കാനുള്ളത് അങ്ങനെ ഇരുന്നോട്ടെ, മേപ്പോട്ട് പൊങ്ങി പോകുന്നതിന് ഭക്ഷണം കൊടുത്താ പോരെ എന്നാ. താഴോട്ട് വെക്കാനുള്ളത് അങ്ങനെ ഇരുന്നോട്ടെ, മേപ്പോട്ട് പോകാനുള്ളതിന് ഭക്ഷണം കൊടുത്താൽ പോരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ശരീരം ചപ്പാത്തി കഴിച്ചില്ല, ആഹാരം കഴിച്ചില്ല എന്ന് വെച്ചാൽ ശരീരം അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷേ എന്റെ റൂഹിനെ നന്നാക്കിയാ പോരെ ഉസ്താദ് എന്ന് ഉസ്താദിനോട് തിരിച്ചു ചോദിച്ചു. ഉസ്താദിന്റെ ജനാസ ഈ മഹല്ലത്തിന്റെ ഖബർസ്ഥാനിൽ ഇറക്കി വെക്കുമ്പോൾ ഞാൻ ആ
നിന്ന് ചിന്തിച്ചത് ഈ ഒരൊറ്റ വാചകമാണ്. ഞാൻ പല വേദികളിലും ഞാൻ അതിനുശേഷം അത് പറഞ്ഞിരുന്നു. ഉസ്താദ് അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ഇൽമിന്റെ നിറകുടമായിരുന്നു. അള്ളാഹു പരിചയപ്പെടുത്തിയതുപോലെ കൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റാ. എന്റെ ഗുരുനാഥനിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമകരമായത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടാകാൻ സാധ്യതയില്ല, പച്ചവെള്ളം വായിലൊഴിച്ചിട്ട് ചവച്ച് കുടിക്കാൻ പറഞ്ഞാലും കുടിക്കുന്ന മഹാൻ. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ശാസിച്ചിട്ടുള്ളത് എന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ എന്നെ കൈയൊക്കെ തട്ടി എറിഞ്ഞിട്ടുണ്ട്. കാരണം അത്ര സ്നേഹമാണ് എന്നോട്, അത്ര സ്നേഹമാണ് എന്നോട്. എനിക്കറിയാം എന്റെ ദിവസം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാതിരിക്കും. മൂന്നിന്റെ അങ്ങോട്ട് വിളിക്കുമ്പോൾ എല്ലാം മറക്കും. ഞാൻ ചെന്നിട്ട് നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഉസ്താദിന്റെ കൈ പിടിച്ച് മുത്തി അത് പിടിച്ച് കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഉസ്താദ് അന്ന് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അത് പോട്ടട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളത്ത് തട്ടുന്ന ഒരു സ്വഭാവം, ആ ഒരു പോട്ടട എന്ന് പറയുന്നതാണ് നമുക്ക് ഉസ്താദ് തരുന്ന സനത്. ആ തോളത്തട്ടിയിട്ട് പോട്ടട എന്ന് പറയുന്നതാണ് നമുക്ക് ഉസ്താദ് തരുന്ന ആദരവ്, നമുക്ക് തരുന്ന സ്നേഹം. അതാണ് ആ ഒരു അടിമതി. ആ ഒരു അടിക്ക് വേണ്ടി നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഉസ്താദിനെ കാണാൻ വേണ്ടി പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫകൈഫ തസ്ബിറു, നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റാ, ആഴത്തിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാത്ത കാര്യത്തെപ്പറ്റി എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? ഉസ്താദ് മറ്റൊന്ന് കണ്ടിട്ടാണ് നിങ്ങളോട് അങ്ങനെ പറയുക. പിന്നീട് വിളിച്ചിട്ട് പറയും മോനെ പോട്ടെന്ന് പറയും. പല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉസ്താദിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും തോന്നി എന്നോടാണ് സ്നേഹം കൂടുതൽ. അപ്പൊ എനിക്ക് വന്ന ഏറ്റവും വലിയ സ്നേഹം എന്നോടെന്നാ. പക്ഷെ അല്ല, എല്ലാവർക്കും അത് തോന്നും, എല്ലാവർക്കും അത് തോന്നും. അതാണ് ഉസ്താദ്. നേരത്തെ അബ്ദുറഹ്മാൻ മന്നാനി പറഞ്ഞതുപോലെ, നേരത്തെ ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞ എല്ലാ ശിഷ്യന്മാരുടെ നമ്പർ മൊബൈലിലുള്ള ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ കുളപ്പുറ ഉസ്താദ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പടച്ചോ സാക്ഷി, സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ മൊബൈൽ മാറ്റി വെക്കുക, മൊബൈൽ അങ്ങോട്ട് മാറ്റി വെക്കുക. പറയുന്ന പച്ചക്കള്ളം നിങ്ങൾ ഇവിടെ തന്നെ തല്ലി കൊന്നോളി. എന്റെ മൊബൈലിൽ നിന്ന് ഞാൻ എന്റെ ഉസ്താദിന്റെ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ ദിവസവും ഒന്നിങ്ങനെ കോൾ ചെയ്തിട്ട് അങ്ങ് വെക്കും. കാരണം എനിക്ക് എന്റെ പതിവ് തെറ്റിക്കാൻ കഴിയില്ല, എനിക്കെന്റെ പതിവ് തെറ്റിക്കാൻ കഴിയില്ല. എന്റെ ആദരണീയനായ സയ്യിദ് ഇവിടെ വന്നിട്ടുണ്ടാവും ഒരു പക്ഷേ. ആ തങ്ങൾ, പാലക്കാട് തങ്ങൾ എന്നോട് പറഞ്ഞത് എനിക്ക് ഉസ്താദിന്റെ ആ ഒരു വിയോഗം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. തങ്ങളോടാ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ വരുമ്പോ ദ്വാരക്കാൻ വേണ്ടി പറയുന്നത്. ആ തങ്ങൾ പറയാണ്, ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ തങ്ങളെ പറ്റുന്നില്ല, ഉസ്താദിന്റെ വിയോഗം താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്നോട് തങ്ങൾ പറയാ എനിക്ക് പറ്റുന്നില്ല. ദിവസവും 3-4 പ്രാവശ്യം വിളിച്ചോണ്ടിരുന്നത് ഇപ്പൊ വിളിക്കാത്തത് കൊണ്ട് വലിയ സങ്കടത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയിട്ട് അങ്ങ് ഈ ലോകത്തോട് പോകുമ്പോ ഞങ്ങൾ വിധിയെ തൃപ്തിപ്പെടുന്നു. പക്ഷേ അങ്ങ് സന്തോഷത്തിലാണ്, അങ്ങ് ആനന്ദത്തിലാണ്, അങ്ങ് ആഹ്ലാദത്തിലാണ്, അങ്ങ് സ്വർഗത്തോട്ടത്തിൽ ഓടിക്കളിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ദുരിതക്കയത്തില് മുങ്ങി താഴുകയാണ്. അള്ളാഹു നമുക്ക് സമാധാനം തരട്ടെ, നമുക്ക് അള്ളാഹു ക്ഷമ തരട്ടെ. അതുകൊണ്ട് പണ്ഡിതന്മാരെ അള്ളാഹു പരിചയപ്പെടുത്തിയ 2 കോലത്തില. ഒന്ന് നായയെ പോലെ, മറ്റൊന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്റെ ദാസൻ, എന്റെ ദാസൻ, ഞാൻ എന്റെ കരുണ കൊടുത്തവൻ, ഞാൻ ലദുനിയ എന്റെ പ്രത്യേക ഇൽമു ഞാൻ കൊടുത്തയാണ്. അതാണ് പണ്ഡിതൻ. അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ആ നിലയിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇനി നമുക്ക് ഒരു ബക്കറ്റ് കളക്ഷൻ എടുത്തതിന് ശേഷം ഇൻഷാ അല്ലാഹ്, ബക്കറ്റ് പെട്ടെന്ന് ആരും പോകരുത്. ഞാൻ ഞാൻ ശനിയാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ശനിയാഴ്ച തിരൂര്, പിന്നെ നടുവണ്ണൂർ, പിന്നെ നടുവിലങ്ങാടി പരിപാടി, ഞായറാഴ്ച തൃശൂർ കേച്ചേരിയിൽ പരിപാടി, ഇന്നലെ കാസർഗോഡ് നീലേശ്വരം ബംഗളയിൽ പരിപാടി, ഇന്ന് നിങ്ങളുടെ പരിപാടി, നമ്മുടെ പരിപാടി, നിങ്ങളുടെ അല്ല എന്റെ പരിപാടി. അത് കഴിഞ്ഞ് നാളെ ആലപ്പുഴ ജില്ലയിലാണ്. എന്തായാലും ഞാൻ നാളെ ഇന്ന് വീട്ടിൽ പോയി, രാത്രി വീട്ടിൽ മടങ്ങിപ്പോയി, നാളെ വീട്ടിൽ നിന്നാണ് ആലപ്പുഴയിൽ വരിക. ഞാൻ എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ കുറഞ്ഞ ദൂരത്ത് നിന്ന് എത്തിയവരാണ്. ഇപ്പൊ മഞ്ചേരിയിലുള്ള ആളുകളൊക്കെ, കാരക്കാട് നിന്നൊക്കെ മഞ്ചേരിയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പല ദൂരങ്ങൾ. എന്റെ നാട്ടിൽ നിന്ന് 2 പണ്ഡിതന്മാര് വാഹനത്തിലാണ് ഇപ്പോഴും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. എത്തിയോ? ഇല്ലല്ലോ, ഇതുവരെ എത്തിയിട്ടില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ദുആക്കും വേണ്ടിയിട്ട് എന്റെ 2 സുഹൃത്തുക്കൾ അവിടെ നിന്ന് രാവിലെ ഇതുവരെ എത്തിത്തീർന്നിട്ടില്ല. അവര് വന്ന് സിയാറത്ത് ചെയ്യും, ഞങ്ങളുടെ വണ്ടി കൂടെ തിരിച്ചു വരും. അത്രയുമായിട്ട് മാത്രം വന്നവരാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ദുആയും കഴിഞ്ഞ് സ്വലാത്തും ചൊല്ലിയിട്ടല്ലാതെ ഒരാളും എഴുന്നേറ്റ് പോകരുത്. ഉസ്താദ് അത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഹദീസ് അങ്ങനെയാണല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി, താബിയാണോ സഹാബിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെടുമ്പോൾ ആ മരണപ്പെട്ട വാപ്പാന്റെ ഖബർ സന്ദർശിക്കാൻ സ്ഥിരവും ചെല്ലുന്ന മകൻ പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ പോകാതിരുന്നു. അങ്ങനെയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ പോകാതിരുന്ന് പിന്നെ ഒരിക്കൽ പോണെന്ന് പോയപ്പം വാപ്പയുടെ അടുത്തിരുന്ന മോൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ വാപ്പായ സ്വപ്നം കണ്ടു. ആ സമയത്ത് വാപ്പ ചോദിച്ചു, മോനെ നീ എന്നെ മറന്നാടാ, നീ എന്താ വരാത്തത് എന്നെ കാണാൻ?
ആ സമയത്ത് വാപ്പയോട് മോൻ ചോദിച്ചു, വാപ്പ ഞാൻ വരുന്നത് നിങ്ങൾ കാണുമോ? നിങ്ങൾ മരിച്ചു കിടക്കുകയല്ലേ? മോനെ ഞാൻ കാണുമെന്ന് മാത്രമല്ല, നീ വരുന്നതോടുകൂടി എന്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം നീ വന്ന് ഇവിടെ നിന്ന് ഓതിയും ദുആയൊക്കെ ചെയ്തു പോകും, അവര് സന്തോഷത്തിലാണ്. അവര് പാലം കഴിഞ്ഞാ വരേണ്ടത്. എന്നിട്ട് ആ പിതാവ് പറഞ്ഞു അത്രേ സ്വപ്നത്തിൽ, ആ പാലം ഇറങ്ങി നീ ഇങ്ങനെ വരുമ്പോഴ് ഞാൻ ഇവിടെ നിന്നത് കാണും, നീ വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ആരൊക്കെ വന്നു, ആരൊക്കെ ഇവിടെ ഇരിക്കുന്നു, ആരൊക്കെ ബക്കറ്റ് എടുക്കുന്നു, ആരൊക്കെ ബക്കറ്റ് പൈസ ഇടുന്നു, ആരൊക്കെ ദുആക്ക് മുമ്പ് പോകുന്നു, ആരൊക്കെ ദുആ കഴിയുന്നവർ ഇരിക്കുന്നു, ആരൊക്കെ സഹായിക്കുന്നു, ആരൊക്കെ ഇവിടെ ഒരുമിച്ചൂടുന്നു, ഇതെല്ലാം അവിടെ ഇരുന്ന് ഉസ്താദ് കണ്ടുകൊണ്ടിരിക്കാൻ. കണ്ണിന് മൂർച്ച കൂടുതലാണ്. മരണശേഷം കണ്ണിന് വലിയ മൂർച്ചയാണ്. എല്ലാം പെട്ടെന്ന് കാണാൻ പറ്റും. അള്ളാഹു നമ്മുടെ മഹാനുഭാവന്റെ ദറജകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഭാവന. റബീഉൽ അവ്വലിന്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ആര് ജീവിച്ചിരിക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മൈക്ക് അതുപോലെ തന്നെ സ്റ്റേജ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബക്കറ്റ് കളക്ഷൻ ഇൻഷാ അല്ലാഹ് അതിന് നമുക്കൊരു 40,000 രൂപ ബിസ്മില്ലാഹ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായി ഒരു 40,000 രൂപ ഈ ബക്കറ്റിൽ ഇടണം. കൃത്യമായി ഇൻഷാ അല്ലാഹ് ഒരു 500 മുതൽ അങ്ങോട്ട് ഏതെങ്കിലും ഒരു നോട്ട് ഇൻഷാ അല്ലാഹ് ഈ ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. റബീഉൽ അവ്വലൊക്കെ അല്ലേ പച്ച കിട്ടോളിയും, പച്ച നോട്ട് 500 അല്ലേ? മോഡി വന്നതിന് ശേഷം പിങ്ക് മണി വന്നു, ഗ്രീൻ മണി വന്നു, വൈലറ്റ് മണി വന്നു, ബ്ലൂ മണി വന്നു, എല്ലാ മണിയും വന്നു. പക്ഷെ മോഡി പറഞ്ഞ ബ്ലാക്ക് മണി മാത്രം വന്നിട്ടില്ല. എല്ലാ കളറിലുള്ള നോട്ടുമായി. അപ്പൊ അതുകൊണ്ട് നല്ലൊരു പച്ച നോട്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു 500 അതിന് മുകളിലോട്ടൊക്കെ ഇട്ടോളി. ജാരിയായ സ്വതക്കയിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ സങ്കല്പിച്ച് ഇൻഷാ അല്ലാഹ് ഇടുക. സഹോദരിമാരുടെ ഭാഗത്തും എത്തിക്കുക. നന്നായിട്ട് നിങ്ങളെ സഹായിക്കണം. ഈ സദസ്സിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തിനുള്ള സഹായം ഉണ്ടാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദഖകൾ സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അരമണിക്കൂർ കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഞാൻ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേട്ടോളി. ഉലമാക്കൾക്കുണ്ടാകേണ്ട കുറച്ച് ഗുണങ്ങളെ പറ്റി ഞാൻ പറയാം. എന്തിനു വേണ്ടി പറയുന്നു എന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ഉസ്താദിനുണ്ടായിരുന്നു നമുക്ക് ബോധ്യപ്പെടാനും നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ അത് ആർജിച്ചെടുക്കുവാനും അത് പറയുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന് പ്രത്യേക ഒരു ബറക്കത്ത് ഉണ്ടാകാനും വേണ്ടിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ഇൻഷാ അല്ലാഹ് ഹുബ്ബുർ റസൂലിന്റെ ഒരു മെസ്സേജോടുകൂടി നമ്മുടെ സദസ്സ് അവസാനിക്കും, ദുആയിലേക്ക് കടക്കും. അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ പരിപൂർണ വിജയത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഉഖറവിയായ ആലിമീങ്ങൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്താണ്? പൈസ ഇടുന്നതോടൊപ്പം വാക്കുകൾ ശ്രദ്ധിച്ചോളി. ഒരു ഉഖറവിയായ ആലിമിനുണ്ടാകേണ്ട ഗുണം, വലിആലിമിൽ ഉഖറ അലാമാതുൻ തുറാ ലാ യതുലുബു ദുനിയാ ബിൽമിൻ മസായിലാ വലിആലിമിൽ ഉഖറ അലാമാതുൻ തുറാ ലാ യതുലുബു ദുനിയാ ബിൽമി മസായിലാ. പഠിച്ച ഇൽമു കൊണ്ട് ദുനിയാവ് സമ്പാദിക്കൂല. പഠിച്ച ഇൽമു കൊണ്ട് ദുനിയാവ് സമ്പാദിക്കൂല. സഹോദരങ്ങളെ, പഠിച്ച ഇൽമു കൊണ്ട് ദുനിയാവ് സമ്പാദിക്കണമായിരുന്നെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. പരലോകമാണ് പ്രാധാന്യമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ആദരണീയനായ ഉസ്താദ് ഏതെങ്കിലും ഒരു പാരലൽ കോളേജിൽ ഇട്ടാ പോരെ, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി കോളേജ് ഇട്ടാ പോരെ. കേരളത്തിലെ ഏറ്റവും നല്ല ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആലിമാരാ. ഒരേ ഒരു ആലിമിന്റെ പേരല്ലേ നമുക്ക് പറയാൻ കഴിയൂ. എത്ര ഭാഷകളാണ് സഹോദരങ്ങളെ. നേരത്തെ ഞാനൊരു സഹോദരനോട് സംസാരിക്കുമ്പോ പറഞ്ഞു, മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയാണ് ബഹുമാനപ്പെട്ടവർ. മൗലാന അബ്ദുൽ കലാം ആസാദിനും മലയാളം അറിയില്ല, കൊളപ്പുറം ഉസ്താദിന് ബംഗാള് ഭാഷ അറിയില്ല. ഈ ഒരു വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ തുല്യനാണ് ഇൽമിൽ. എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാ. ഉറുദുവും അതുപോലെ ഹിന്ദിയും അതുപോലെ ഇംഗ്ലീഷും മലയാളവും അറബിയുമല്ല, സംസ്കൃതം അടക്കമല്ല ഭാഷകളും നൈപുണ്യത്തോടെ കൈകാര്യം ചെയ്യുന്ന ഉസ്താദിന് സാമ്പത്തികം സ്വരൂപിക്കണമായിരുന്നെങ്കിൽ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. ചിന്തിച്ചു നോക്ക്, വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തിനാണ് ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് ജാമിയ
ജാമിഅ മന്നാൻ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രമറിയാ. അവിടെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു കോളേജാണ്. കോടികളൊന്നും വരുന്ന കോളേജല്ല, പാവങ്ങളെ സഹായിക്കുന്ന കോളേജാണ്. ഒരുപക്ഷെ ശമ്പളം പോലും ഒരു മാസം ഒന്ന് പെൻഡിങ്ങിലായി പോകാൻ സാധ്യതയുണ്ട്. കാരണം ആളുകൾ കൊടുക്കുന്ന സദഖകൾ കൊണ്ടാണ് ജാമിഅ മന്നാനെ നിലനിന്ന് പോകുന്നത്. എന്നിട്ടും ഉസ്താദ് ഇത്രയോ പ്രായം ചെന്നിട്ടും ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ, ഇവിടെ ഒരു ദർസ് തുടങ്ങിയാൽ, ഇവിടെ ഒരു കോളേജ് തുടങ്ങിയാൽ ഉസ്താദിന് കുട്ടികളെ കിട്ടാതിരിക്കുമെന്നാണോ ചിന്തിക്കുന്നതല്ല. ഉസ്താദ് ഏത് പറഞ്ഞു മരിക്കാൻ നടക്കുന്ന 10,000-കണക്കിന് ശിഷ്യന്മാരിൽ നിന്ന് 10 പേര് ഒരു ശിഷ്യനെന്നുള്ള നിലയിൽ വിട്ടാൽ സഹോദരങ്ങളെ, കേരളത്തിലെ ഏറ്റവും വലിയ ദർസ് ഉസ്താദിന്റേതായിരിക്കും. ഉസ്താദിനെ ഏതെങ്കിലും രീതിയിൽ ഇൽമു കൊണ്ട് ദുനിയാവ് സമ്പാദിക്കണമായിരുന്നെങ്കിൽ കോടികളെ സമ്പാദിക്കാമായിരുന്നു. പക്ഷേ ഉഖ്റവിയായ ആലിമിന്റെ പ്രത്യേകത എന്താണ്? പഠിച്ച ഇൽമു കൊണ്ട് ദുനിയാവ് സമ്പാദിക്കൂല. വലിദാക ആയാതുൻ തകൂനു കസീറതോ അല്ലാ യുഖാലിഫ ഖൗലുഹു മാ യഫഅലാ. വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നു ഉസ്താദിന്റേത്. പറയുന്നത് ചെയ്യുന്നത് പറയോ, അതായിരുന്നു ശൈഖുന. സാധാരണ ഒരാൾ മരണപ്പെടുമ്പോ ഇപ്പൊ കണ്ടിട്ടില്ലേ, രാഷ്ട്രീയ വൈദ്യമുള്ളവരും രാഷ്ട്രീയ വൈചാത്യമുള്ളവരും രാഷ്ട്രീയ സംഘടിത പ്രതിപക്ഷ മനോഭാവമുള്ളവരും ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ വാനോളം പുകഴ്ത്താറുണ്ട്. മരിക്കുമ്പോൾ സരസ് കെട്ടിയിട്ടവനെ ആക്ഷേപിച്ച് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തിയിട്ട് പിറ്റന്നവന് മരണപ്പെട്ടു പോയാൽ അതേ സരസിൽ നിന്ന് കണ്ട് അവനെ പറ്റി വാനോളം പുകഴ്ത്താറുണ്ട്. അതുപോലെയാണോ? അല്ല. ഉസ്താദിനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് പുകഴ്ത്തുന്നതല്ല. സഹോദരങ്ങളെ, ഉസ്താദിന്റെ വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നു. വയകൂനു ബിൽ മഅമൂരി അവ്വല ആമിലി വഅനില്ലദീ യൻഹാ തജന്നബ അവ്വല. ആദ്യമായിട്ട് ഉസ്താദ് എന്തെങ്കിലും ആരോടെങ്കിലും കൽപ്പിച്ച അതാദ്യം പ്രവർത്തിക്കുന്നത് ശൈഖുനാ ഉസ്താദാണ്. ഏതെങ്കിലും കാര്യം പാടില്ലെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടത് ഒഴിവാക്കുന്നത് ഉസ്താദാണ്. പൊന്നാര നബി തങ്ങളെ മിഅ്റാജിന്റെ യാത്ര പോകുമ്പോ, പരിശുദ്ധമായ മിഅ്റാജിന്റെ യാത്ര പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടില്ലേ പെങ്ങളെ, നരകത്തിലതാ തീയിനാലുള്ള ഒരു കത്രിക കൊണ്ട് ചുണ്ടുകളും കവിളുകളും കത്രിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ കണ്ടു. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേട്ടോ. നമ്മളത് വിളിച്ചു പറയാറുണ്ട്. പ്രസംഗിക്കാൻ ഒരു കുഴപ്പമില്ല, പ്രസംഗിപ്പിക്കാനും ആളുകൾക്ക് മടിയില്ല, പ്രസംഗം കേൾക്കാനും ആളുകൾ വരും. പക്ഷേ അത് പ്രവർത്തിക്കാനാണെന്ന് ആളില്ലാത്തത്. എനിക്ക് പ്രസംഗിക്കാൻ, എനിക്ക് മലയാള ഭാഷ അറിയുമെങ്കിൽ, നിന്നു പോകാതെ വാക്കുകൾ ഒഴുകി വരുമെങ്കിൽ പ്രസംഗിക്കാൻ നല്ല മൈക്കാണെങ്കിൽ, ഇതുപോലത്തെ നല്ല മൈക്കുമാണെങ്കിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ പ്രശ്നമല്ല. പക്ഷേ കേട്ടുകൊണ്ടിരിക്കാനും നല്ല ആസ്വാദനമുണ്ടെങ്കിൽ ആളുകൾ എഴുന്നേറ്റ് പോകൂല. അതുപോലെ നല്ല കളക്ഷൻ കിട്ടുമെങ്കിൽ കമ്മിറ്റിക്കാർക്കും അതുപോലെ സംഘാടകർക്കും വിഷമമില്ല. പക്ഷേ അത് പ്രവർത്തിക്കാൻ പറയുന്നവനോ പറയിപ്പിച്ചവനോ കേട്ടവനോ കഴിയുന്നില്ല. എന്നാ കേട്ടോ, മിഅ്റാജിന്റെ യാത്രയിൽ റസൂലുള്ളാഹി തങ്ങൾ നരകത്തെ കാണുമ്പോ ഒരു വിഭാഗം ആളുകൾ തീയിനാലുള്ള കത്രിക കൊണ്ട് ചുണ്ടും കവിളും വെട്ടി നുറുക്കുകയാണ്. ചോദിച്ചു, ജിബ്രീലേ മൻ ഹാദാ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജിബ്രീൽ പറഞ്ഞത്, നബിയേ ഇതാരെന്നറിയോ? അവന് നന്നായിട്ട് പ്രസംഗിക്കും, പക്ഷേ പ്രവർത്തിയിലില്ല. ആളുകളോട് നല്ലത് പറയും, പക്ഷേ അവന് പ്രവർത്തിക്കൂല. ആളുകളോട് തിന്മകളെ പറ്റിയിട്ട് ഭയപ്പെടുത്തും, പക്ഷേ അവന് ചെയ്യുന്നവനാ. ഇതിൽ ഒന്നാമന് ഞാനല്ലേ സഹോദരങ്ങളെ? പക്ഷെ ഉഖ്റവിയായ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നതവരാ. നിരോധനങ്ങൾ ആദ്യം നിരോധിക്കുമ്പോൾ ആദ്യം ഒഴിവാക്കുന്നതും അവരാ. ഇത് തന്നെയല്ലേ സഹോദരങ്ങളെ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞത്? മസലുല്ലദീന ഹുമ്മിലു തൗറാ ثم لم يحملوها كمثل الحمار يحمل أسفارا.
സൂറത്തുൽ ജുമയിലൂടെ പണ്ഡിതന്മാരെ പറ്റി അല്ലാഹു പറഞ്ഞതെന്താ? പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പള്ളിമാം എന്നർത്ഥമില്ല, പള്ളിയുടെ മുദരിസ് എന്നർത്ഥമില്ല. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ കള്ളുകുടി നിഷിദ്ധമാണെന്നറിയോ നിനക്ക്? ആ വിഷയത്തിൽ നീ ആലിമാണ്. വ്യഭിചാര ഹറാമാണെന്നറിയോ? ആ വിഷയത്തിൽ നീ ആലിമാ. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിച്ചു വെച്ചിട്ടത് പ്രവർത്തിക്കാത്തവനെ പറ്റി അല്ലാഹു പറഞ്ഞത് ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെ എന്നാണ്. ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെ എന്നാ. കഴുത എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതിന്റെ മുതുകത്ത് കുറെ ബുഖാരി കെട്ടി വെച്ചു കൊടുക്ക്, കുറെ മുസ്ലിമും കെട്ടി വെച്ചു കൊടുക്ക്. വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ കെട്ടിവെച്ചു കൊടുക്ക്. അതിങ്ങനെ ചെപ്പിയാല മഹല്ലത്തിന്റെ മുമ്പിൽ നിന്ന് ചുമന്ന് ചുമന്ന് ചുമന്നിങ്ങനെ കുന്നും പുറത്തേക്ക് നടന്നു പോകുന്നു. നമ്മൾ നോക്കുമ്പോ അതിന്റെ പുറത്ത് ബുഖാരിയുണ്ട്, മുസ്ലിമുണ്ട്, തുർമുദിയുണ്ട്, ഇബ്നു മാജയുണ്ട്, നിസായിയുണ്ട്, അബൂദാവൂദ് ഉണ്ട്, ത്വഹാബിയുണ്ട്, മുവത്തയുണ്ട്, തഫ്സീറുകളുണ്ട്, അഖീദകളുണ്ട്, ഫിഖ് ഉണ്ട്, തസവ്വുഫ് ഉണ്ട്, അഖ്ലാഖ് ഉണ്ട്, ദീനിയാത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനറിയില്ലല്ലോ ബുഖാരി എന്തെന്ന്, അതിനറിയില്ലല്ലോ മുസ്ലിം എന്തെന്ന്, അതിനറിയില്ലല്ലോ ഇതിനകത്തുള്ളത് എന്തെന്ന്. അല്ലാഹു പറഞ്ഞ ഉദാഹരണം എത്ര സിമ്പിളാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. പ്രവർത്തിക്കാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവനെ, നീ കഴുതയെ പോലെയാണെന്ന് പരിശുദ്ധ ഖുർആൻ. കോഴിക്കോട് നിന്നൊരു ടാങ്കർ വന്നു. കോഴിക്കോട് നിന്ന് ടാങ്കർ വന്നു. മമ്പുറം പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് കയറ്റം കയറി വന്ന് കൊളപ്പുറം ജംഗ്ഷനിലെത്തി. അതിന് പോകേണ്ടത് ചങ്കുവട്ടിയിലേക്കാ. ചങ്കുവട്ടിയിലെ 7-8 പമ്പുകൾക്ക് എണ്ണ കൊടുക്കണം. ടാങ്കർ ലോറി കോഴിക്കോട് നിന്ന് വന്ന് കൊളപ്പുറം ആ അവിടത്തെ മധ്യത്തിൽ വന്നങ്ങ് ബ്രേക്ക് ഡൗൺ ആയി നിന്നു. വണ്ടി അനങ്ങുന്നില്ല. ആളുകളൊക്കെ ഓടിക്കൂടി വണ്ടി എടുത്ത് മാറ്റടാ, കാരണം ഹൈവേ അല്ലേ. എങ്ങനെ എടുത്ത് മാറ്റും? എണ്ണയില്ല. എണ്ണ തീർന്നു പോയാ വണ്ടി നിന്നത്? എണ്ണ തീർന്നു വണ്ടി നിന്നു പോയെന്നോ? 7-8 പമ്പിൽ കൊടുക്കാനുള്ള പെട്രോളും ഡീസലും മുകളിൽ ടാങ്കറിൽ കിടക്കുക. പക്ഷേ കിടക്കേണ്ട ചെറിയ ഒരു ബോക്സിനകത്ത് ഇപ്പൊ എണ്ണയില്ല. അതുകൊണ്ടാണ് വണ്ടി അനങ്ങാത്തത്. 7 പമ്പിൽ കൊടുക്കാനുള്ള എണ്ണ മുകളിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിടക്കേണ്ട സ്ഥലത്ത് കുറച്ച് എണ്ണെങ്കിലും ഉണ്ടാണെങ്കിൽ വണ്ടി ഒതുക്കിയെങ്കിലും ഇടാമായിരുന്നു. പക്ഷെ പറ്റുന്നില്ല. നാട് റോഡിൽ കിടക്കുക. ഇതല്ലേ നമ്മുടെ അവസ്ഥ? നമുക്ക് എന്തിനാ ഒരു കുറവ്? ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, ഹദീസുകൾ നമ്മുടെ കയ്യിലുണ്ട്, തഫ്സീറുകൾ നമ്മുടെ കയ്യിലുണ്ട്, എല്ലാത്തിനും മരുന്നും അറിവും ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ അതൊന്നും നമുക്കറിയില്ല, നമ്മളത് പഠിക്കാറുമില്ല, അത് പഠിച്ച പ്രവർത്തിക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയുന്നത് നമ്മൾ ചെയ്യുന്നവരാകണം. അതാണ് ഉഖ്റവിയായ ആലിമീങ്ങളുടെ ലക്ഷണം. തീരുന്നില്ല. മുതവഖിയൻ ഇൽമൻ യകൂനു മുകസ്സിറാ ഖീലന വഖാലന വൽ ജിദാല മുസവ്വിലാ. അത് നിങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഈ പറയുന്നത് ഉസ്താദിൽ നിന്ന് അനുഭവസ്ഥരാണ്. ആളുകളെ പറ്റി അതും ഇതും പറയൂല. സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അത് കളയണം എന്ന് പറഞ്ഞങ്ങ് ഒറ്റ വാക്കിലങ്ങ് എന്ത് പറഞ്ഞാലും, ആരെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെകിട് കൊടുത്ത് കേൾക്കാൻ നമ്മുടെ ഉസ്താദിനെ കിട്ടൂല. ഉസ്താദ് നിങ്ങളെ പറ്റി അത് പറഞ്ഞു, അത് കളയും, അത് പറഞ്ഞോട്ടെ എന്ന് പറയാം. അങ്ങനെ ആരും ഉസ്താദിനെ പറ്റി പറയൂല. പറയുന്നവരങ്ങനെ ഉണ്ടാവൂല. അത് ഒരിക്കലുമില്ല. ഉസ്താദിനെ പറ്റി പറയുന്നവരെ ആരും ഒരു കമാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ പിന്നെ ആദരവും ബഹുമാനമൊക്കെ അങ്ങ് മാറ്റിവെക്കും അവരുടെ മുന്നിൽ. കാരണം എന്താ? നമ്മുടെ ഉസ്താദ് ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടാനും പോയിട്ടില്ല, ആരോടും കയറിക്കാനും പോയിട്ടില്ല, ഒരക്ഷരം ആരോടും മിണ്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഇതുവരെ ഉസ്താദിനെ ആരെ കൊണ്ടും പറയിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഉഖ്റവിയായ ആലിമീങ്ങളുടെ. ആലോചിച്ച് നോക്ക്, നാട് നീളെ ആളുകൾ ആക്ഷേപം പറയുന്ന ഒരു പണ്ഡിതനും ഉസ്താദിന്റെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഉഖ്റവിയായ ആലിം ആരാണ് സഹോദരങ്ങളെ? ആ ബഹുമാനപ്പെട്ട ഉസ്താദിന് ഇന്ന് വരെ ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടില്ല. ആരെ പറ്റിയും കാരണം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അല്ലേ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹിയോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഇന്നോ പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഇന്നയാൾ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്തെന്നറിയോ? ഒരു വലിയ കാർട്ടൂൺ എടുത്ത് കുറെ ഈത്തപ്പഴം, ഏറ്റവും കൂടിയ ഈത്തപ്പഴം അടുക്കി നിരത്തി വെച്ചു. എന്നിട്ട് അതിന്റെ പുറത്തൊരു ചെറിയ കത്ത് എഴുതി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞവന്റെ കൊടുത്തേക്ക് മോനെ എന്ന് പറഞ്ഞു.
അയാൾ ഈത്തപ്പഴം ചുമന്നുകൊണ്ട് ചെന്ന് ഗീബത്ത് പറഞ്ഞവന്റെ കൈ കൊടുത്തു. ഗീബത്ത് പറഞ്ഞവന്റെ കൈ കൊടുത്തപ്പോഴേക്കും അയാൾ പെട്ടി തുറന്നു നോക്കുമ്പോ ഏറ്റവും നല്ല വില കൂടിയ അജുവ ഈത്തപ്പഴം, അതിന്റെ പുറത്തൊരു കത്ത് വെച്ചിരിക്കുന്നു. നീ ആഖിറത്തിൽ കുറെ അമലുകൾ എനിക്ക് തന്നു എന്നറിയാൻ കഴിഞ്ഞു, പക്ഷെ എനിക്ക് മടക്കി തരാൻ അവിടെ ഒന്നും ഉണ്ടാവൂല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തന്ന ആളുകൾക്ക് പ്രത്യുപകാരം ചെയ്യുന്ന ആളാ. അതുകൊണ്ട് നീ തന്ന അമലിന് പകരം കണ്ടില്ല ഈത്തപ്പഴം അങ്ങോട്ട് തന്നിരിക്കുക. ഒരു മഹാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരെ പറ്റിയിട്ടെങ്കിലും പരദൂഷണം പറയണമെന്ന് തോന്നിയാൽ, എനിക്ക് ആരെങ്കിലും പറ്റിയിട്ട്, ഇന്നിപ്പോ നല്ല രസമാണ്, ഉസ്താദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ശിഷ്യഗണങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു തേള് വന്നിട്ട് ഉസ്താദിനെ കടിച്ചു. ഉസ്താദിന് എനിക്ക് മറന്നുപോയി, അറിയുന്നവർ പിന്നീട് നുണത്തുന്ന ഞാൻ അടുത്ത സദസ്സിൽ പറഞ്ഞോളാം. ഞാൻ ഇവിടെ നിന്നോ കേട്ടതാണ്, ഉള്ള കാര്യമാണിത്. തേള് വന്ന് കടിച്ചു. ആ കടിച്ച സന്ദർഭത്തിൽ ഉസ്താദെ നിങ്ങൾ തേള് കടിച്ചു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പാഠ ശ്രദ്ധിക്കും മക്കളെ, അതിപ്പോ മരിച്ചോളൂല്ലോ എന്ന് പറഞ്ഞു. ഉസ്താദിന് ഒരു സെക്കൻഡ് പോലും അതിന്റെ വേദന തിന്നേണ്ടി വന്നിട്ടില്ല. പക്ഷേ ആ തേള് തൽക്ഷണം മരിച്ചു. ഉസ്താദ് പറഞ്ഞു, ആലിമീങ്ങളുടെ രക്തത്തിന് വിഷമുണ്ട് മോനെ. ആലിമീങ്ങളുടെ, ഇത് ഉസ്താദ് നമ്മുടെ ഉസ്താദിന്റെ കാര്യം പറയുന്നതല്ല, ഏതോ ഒരു പണ്ഡിതനെ പറ്റി, വലിയൊരു ഇമാമിനെ പറ്റിയിട്ടുള്ള സംഭവമാണ്. തിരുവനന്തപുരത്തുള്ള 2 ഉസ്താദന്മാരും വന്നു. ഒരു ഉസ്താദ് സിയാറത്ത് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ അവിടെ ഇരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഉസ്താദുമായി നല്ല ബന്ധമുള്ള 2 പേരാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് രാവിലെ ഇറങ്ങി ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ്. അള്ളാഹു യാത്രകളിൽ ബറക്കത്ത് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലിമീങ്ങളുടെ രക്തത്തിന് വിഷമാണ്. തിന്നാൻ നല്ല രുചിയായിരിക്കും, പക്ഷെ ആ 10 മിനിറ്റേ നിൽക്കുള്ളൂ, ബാക്കി ജീവൻ പോകും. അതുകൊണ്ട് പണ്ഡിതന്മാരെ തിന്നരുത്. ഞാനിപ്പോ പറയാം, പണ്ഡിതന്മാരെ ഞാൻ ആക്ഷേപിക്കൂല ഒരിക്കലും. കാരണം എന്താണ്, നമുക്ക് നിലനിൽപ്പില്ലാതായി പോകും. ഉലമാക്കളെ അവരെ വഴിക്കങ്ങ് വിടുക. അതുകൊണ്ടാണ് ഒരു മഹാന്റെ അടുത്ത് വന്നിട്ട് ഒരു മഹാൻ പറഞ്ഞു, എനിക്ക് ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഞാൻ എന്റെ വാപ്പായും ഉമ്മായും പറ്റി ആളുകളോട് പറയും. എന്റെ ഉപ്പായെ പറ്റി നാട്ടുകാരത്ത് പറഞ്ഞു കിടക്കും ഞാൻ. അപ്പൊ ആളുകൾ ചോദിച്ചു, അതെന്തിനാണ്? നബിതങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ ഞാൻ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞാൽ എന്റെ അമലെടുത്ത് ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ പ്രസിഡന്റിനെ പറ്റി ഒരു ഗീബത്ത് പറഞ്ഞെന്നിരിക്കട്ടെ, എന്റെ അമലെല്ലാം എടുത്ത് പ്രസിഡന്റിന് കൊടുക്കും. സെക്രട്ടറിയെ പറ്റി ഞാൻ ഇത്തിരി പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടറിക്ക് കൊടുക്കാൻ എന്റെ അമലില്ല. കാരണം പ്രസിഡന്റ് എന്നെ അത്രയും വാങ്ങിക്കൊണ്ടുപോയി. കാരണം ഞാൻ അദ്ദേഹത്തിന് കൂടുതൽ അത്രയും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം, ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ സെക്രട്ടറി വന്നിട്ട് ചോദിക്കാൻ, എനിക്കൂടെ അമലിതാ, എനിക്ക് കൊടുക്കാനില്ല, എല്ലാം പ്രസിഡന്റ് വാങ്ങിക്കൊണ്ടുപോയി. അപ്പൊ അള്ളാഹു നീതിമാനല്ലേ, പടച്ചവൻ എന്താ ചെയ്യുന്നതെന്നറിയോ, എനിക്ക് കൊടുക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ സെക്രട്ടറിയുടെ തിന്മ മൊത്തം എടുത്ത് എനിക്ക് അള്ളാഹു തരും. ഇതാണ് പടച്ചവൻ. അള്ളാഹു അങ്ങനെയാണ്. അപ്പൊ ഈ മഹാൻ പറയാണ്, ഞാൻ എന്റെ വാപ്പായെ പറ്റി ഗീബത്ത് പറയുന്നതിന്റെ കാരണം എന്റെ അമലൊക്കെ എടുത്ത് അള്ളാഹു പറയപ്പെട്ടവന് കൊടുക്കുമെങ്കിലും വെളി കൊടുക്കുന്ന എന്തിനാ? എന്റെ നിസ്കാരം നോമ്പൊക്കെ എന്റെ വാപ്പാക്ക് തന്നെ ഇരിക്കട്ടെ, കൊടുക്കുന്നത് അകത്ത് തന്നെ കിടക്കട്ടെ. അതുകൊണ്ട് ഞാൻ ആരെ പറ്റി ഒന്നും പറയില്ല. അപ്പൊ നമുക്ക് ആരെങ്കിലും പറ്റി പറയണമെങ്കിൽ ഇതാണ് നല്ലത്. കാരണം നമ്മുടെ അമല് വീട്ടിന്റെ വെളിയിൽ പോകില്ല, അകത്ത് തന്നെ കിടക്കും. അവരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. ഇതാണ് ഉലമാക്കളുടെ ഏറ്റവും വലിയ അടയാളം. ആരെ പറ്റിയും മോശം പറയാൻ പാടില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമല്ലോ ഉസ്താദിനെ പറ്റിയിട്ട് ഉലമാക്കൾക്കുണ്ടാകേണ്ട, ഉഖ്റവിയായ ആലിമീങ്ങൾക്കുണ്ടാകേണ്ട പ്രത്യേകതയാണ് ഭക്ഷണത്തിൽ ആർഭാടം വരാ പാടില്ല. നേരത്തെ ഉസ്താദിന്റെ ഭക്ഷണ രീതി ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ള നമ്മളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇത് ഉലമാക്കളുടെ മഹത്വം പറയുന്ന വേദിയാണ്, എന്റെ ശൈഖുനാനെ സ്മരിക്കുന്ന വേദിയാണ്. അതിനോടൊപ്പം ഇത് ഹുബ്ബുർ റസൂൽ പ്രഭാഷണവുമാണ്. എല്ലാം കൂടിയുള്ള സദസ്സാണ്. എല്ലാറ്റിനും 2 മണിക്കൂർ പരിപൂർണമാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് നമ്മളോട് പറഞ്ഞത്? ഒരു ദിവസം ഒരു ഡോക്ടർ വന്നിട്ട് നബിയോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏ മുഹമ്മദ് നബിയേ, ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നു. ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ തുടങ്ങി, ക്ലിനിക്ക് തുടങ്ങിയിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് ആരും ചികിത്സയ്ക്ക് വന്നില്ല. പരാതിയും പരിഭവമായി മുത്തുനബിയുടെ ചാരത്ത് വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആശുപത്രി ഞാൻ പൂട്ടി സീൽ ചെയ്യുന്നു നബിയേ.
എന്താണ് ഇപ്പൊ കാരണമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആ മനുഷ്യൻ പറഞ്ഞത്, ആരും വരുന്നില്ല നബിയേ, ആരും വരുന്നില്ല നബിയേ, ചികിത്സിക്കാൻ ആരും വരുന്നില്ല. ആ സമയത്താണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, എന്റെ സമുദായത്തിന്റെ ഭക്ഷണ രീതി നിങ്ങൾക്കറിയില്ലേ? വിശക്കുമ്പം മാത്രം തിന്നുന്നവരാണ്, ഇനിയും തിന്നണമെന്ന് തോന്നുമ്പോൾ എഴുന്നേക്കുന്നതാണ്. ഇന്ന് പ്രഷർ കുക്കറിൽ സാമ്പാർ വെക്കും പോലെയാണ് നമ്മൾ. 2-3 ഏമ്പക്കം കഴിഞ്ഞാൽ എഴുന്നേക്കൂല, 4ാമത്തത് വരട്ടെ എന്ന് പറയും. സഹോദരങ്ങളെ, അങ്ങനെയല്ല ഭക്ഷണ രീതി. ഇനിയും ഒന്നുകൂടി കഴിക്കണമെന്ന് തോന്നുമ്പോ എഴുന്നേക്കുക. 3 ചപ്പാത്തി മുമ്പിൽ കൊണ്ടുവച്ചു, 1 തിന്നു തികഞ്ഞില്ല, ഒന്നുകൂടി തിന്നു. ഇനി ഒന്നുകൂടി തിന്നുമെന്ന് മനസ്സിനകത്ത് പറയുമ്പോ വയറ് ഒന്നുകൂടി ആഗ്രഹിക്കുമ്പോ എഴുന്നേക്കണേ. എന്നാൽ നിനക്കൊരു രോഗവും വരില്ല, പ്രഷർ വരില്ല, ഷുഗർ വരില്ല, അൽഷിമേഴ്സ് വരില്ല, എയ്ഡ്സ് വരില്ല, അറ്റാക്ക് വരില്ല, ക്യാൻസർ വരില്ല, ഒരു രോഗവും വരില്ല. എന്തുകൊണ്ടാണ്? മിതമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ആ ഭക്ഷണം കഴിക്കുന്നവരാ ഉലമാക്കൾ. ഏറ്റവും വലിയ കൂണ കഴിക്കുന്നവരല്ലല്ലോ ഉലമാക്കൾ. 10 ലക്ഷത്തിന്റെ കുപ്പായം ധരിക്കുന്നവരല്ലല്ലോ ഉലമാക്കൾ. കോടിക്കണക്കിന് രൂപയുടെ പെണ്ണ് വെക്കുന്നവരല്ലല്ലോ ഉലമാക്കൾ. കണ്ണട തന്നെ 50,000-ന്റേത് വെക്കുന്നവരല്ലല്ലോ ഉലമാക്കൾ. കോടിക്കണക്കിന് രൂപയുടെ ശീതീകരിച്ച വാഹനത്തിൽ ചേറിപ്പായുന്നവരല്ലല്ലോ ഉലമാക്കൾ. ഉലമാക്കളാരാ? വതനഉബന വതസയ്യുനം ബിലിബാസിഹി വഇലൽ ഖനാഅതി വതഖല്ലുലി മാഇലാ. എന്താണോ നിങ്ങളുടെ ഭക്ഷണം, എന്താണോ നിങ്ങളുടെ വസ്ത്രം, എന്താണോ നിങ്ങളുടെ വാഹനം, എന്താണോ നിങ്ങളുടെ പാർപ്പിടം, അത് നിങ്ങൾ പൊരുത്തപ്പെട്ട് എനിക്കത് മതി, അൽഹംദുലില്ലാഹ്. സമസ്തയുടെ പ്രസിഡന്റ് ആനക്കര കോയാക്കുട്ടി ഉസ്താദിനും മറന്നിട്ടില്ലല്ലോ. സഹോദരങ്ങളെ, സംഘടന പറഞ്ഞു, 4 ചിന്തിക്കല്ലേ. എവിടെ പ്രസംഗിച്ചാലും അത് വായിൽ നിന്ന് വീണു പോകുന്നതാ. കോയക്കുട്ടി ഉസ്താദിന്റെ വീട് കണ്ടിട്ടുണ്ടോ? കോയക്കുട്ടി ഉസ്താദും നടന്നു വന്ന സദസ്സിലിരിക്കുമ്പോൾ ഉസ്താദിന്റെ കുപ്പായം കണ്ടിട്ടുണ്ടോ? ഈ ലോകവുമായിട്ടൊരു ബന്ധവുമില്ല. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ശൈഖുനാ തിപ്പറ്റ ഉസ്താദ് എന്തൊരു മഹാനാണ് സഹോദരങ്ങളെ. നമ്മുടെ ശൈഖുനാക്ക് വലിയ ബഹുമാനമുള്ള ഉസ്താദാണ് അത്തിപ്പറ്റ ഉസ്താദ്. എന്താണ്? ഒരു കള്ളിമുണ്ടെടുത്ത്, ഒരു തോറത്തുമുണ്ട് തോളിലൂടെ തലയിലൂടെ ഇട്ടുകൊണ്ട് ഏതെല്ലാം സദസ്സുകളിൽ പോകുന്നു. നമ്മളാണെങ്കിലോ നല്ല ടിപ്പ് ടോപ്പാണ്, ഷൈനാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രസംഗം നിങ്ങൾക്ക് അധരവ്യായാമെന്ന് വിലയിരുത്താം. പക്ഷേ ഉഖ്റവിയായ ആലിമെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും വാഹനത്തിലും മിതത്വം പാലിക്കുന്നവരാണ്. ഖസ്വീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പണ്ഡിതനാണ് ത്വനാഫസിയ എന്ന് പറയുന്നയാള്. ത്വനാഫസിയ എന്ന് പറയുന്നയാള്, ത്വനാഫസിയ എന്ന പേരുള്ള പണ്ഡിതന് താമസിക്കുന്നത് ഖസ്വീൻ എന്ന പ്രദേശത്താ. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന് വിവരം കിട്ടി, ഈ ത്വനാഫസി എന്ന് പറയുന്ന പണ്ഡിതൻ വലിയ ആഡംബര പ്രിയനാണെന്ന്. ശ്രദ്ധിച്ച് കേൾക്കണേ സഹോദരങ്ങളെ, ഈ വലിയ പണ്ഡിതനാണ് ത്വനാഫസി എന്ന് പറയുന്ന പണ്ഡിതന്. പേര് കേട്ട ആലിമാണ്, പക്ഷെ വലിയ വലിയ ആഡംബര പ്രിയനാണ് ത്വനാഫസിയെ. ത്വനാഫസി എന്ന പണ്ഡിതനെ കാണാൻ ഖസ്വീൻ എന്ന പ്രദേശത്ത് ഹാത്തമു തങ്ങൾ ചെല്ലുകയാ. അവിടെ ചെല്ലുമ്പോൾ മഹാനരെ കണ്ടു. എന്താണ്? വലിയ പണ്ഡിതനൊക്കെ തന്നെ, പക്ഷേ ടിപ് ടോപ്പിലാണ്, വലിയ വലിയ ആർഭാട പ്രിയനാണ്. ഈ ഹാത്തമുൽ അസ്സം തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട അനറബിയാണ്, എനിക്ക് ഒതുവെടുക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടൊന്ന് പഠിപ്പിച്ചു തരുവോ? സഹോദരങ്ങളെ, ത്വനാഫസി എന്ന പണ്ഡിതനെ ഖസ്വീൻ എന്ന സ്ഥലത്ത് വെച്ച് ഹാത്തമുൽ അസ്സം ആരാണെന്നറിയാതെ ഒതുവെടുക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മഹാനായ ഹാത്തമു തങ്ങൾ പറഞ്ഞു, ഉസ്താദേ, ഞാനൊന്ന് എടുക്കട്ടെ, നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുവോ? തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരുവോ? ശരി, നീ ഒന്ന് ഒതുവെടുക്ക്, ഞാൻ കാണിച്ചതുപോലെ ഒതുവെടുക്കണം. ആയിക്കോട്ടെ. അങ്ങനെ ഒതുവെടുക്കാൻ തുടങ്ങി. ഒതുവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുഖം 4 പ്രാവശ്യം കഴുകി. ത്വനാഫസി എന്ന പണ്ഡിതൻ ഒരൊറ്റ അടിയടിച്ചിട്ട് പറഞ്ഞു, എടാ, 3 ഞാൻ കാണിച്ചു തന്നത്, 4ാമത്തത് ദുർവ്യയമല്ലേ, 4ാമത്തത് അമിതം കാണിക്കലല്ലേ, അത് ഇസ്റാഫല്ല, നീ എന്തിനാണ് ചെയ്തത്? ചാടി എഴുന്നേറ്റുകൊണ്ട് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഈ ഖസ്വീൻ എന്ന നാടിന്റെ ത്വനാഫസി എന്ന പണ്ഡിതനോട് പറഞ്ഞു, ഏ മിസ്റ്റർ,
നിങ്ങൾ എന്താ പറഞ്ഞത്? ഒളിവെടുത്തപ്പോൾ ഒരു പ്രാവശ്യം അധികം ചെയ്തപ്പോ നിങ്ങൾക്കത് ദോഷമായി നിങ്ങൾക്ക് തോന്നിയല്ലേ? അത് അമിതമായി നിങ്ങൾക്ക് തോന്നിയല്ലേ? നിങ്ങൾ വില കൂടിയ വാഹനത്തിൽ വില കൂടിയ ഭക്ഷണം കഴിച്ച് വില കൂടിയ വസ്ത്രം ധരിച്ച് നിങ്ങൾ ആർഭാടത്തോടെ നടക്കുന്നല്ലോ, അതിനൊന്നും ഇസ്രാഫില്ലല്ലേ? ഞാൻ ഹാത്തമുള്ള സമ്മാനെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തനാഫസി എന്ന പണ്ഡിതൻ ലജ്ജിച്ച് തല താഴ്ത്തി അയാളെ വീട്ടിനകത്ത് കയറി. ചരിത്രം പറയുന്നു, പിന്നെ 40 ദിവസം അദ്ദേഹം നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങിയില്ല. 40 ദിവസം അദ്ദേഹം പുറത്തിറങ്ങിയില്ല. ഖസ്വീൻ എന്ന അദ്ഖയുടെ ശറഹിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, 40 ദിവസത്തോളം പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു പണ്ഡിതൻ അകത്ത് കിടക്കേണ്ടി വന്നത് ഒളുവെടുത്തപ്പോ 4ാമത്തെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇപ്പൊ എടുത്ത സമയത്ത് ഒരാൾ ചിലരൊക്കെ മസാല പറയുന്ന കേട്ടോ, ഭയങ്കര സംഭവം. ഈ ദർശനയിൽ ഞാൻ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് 7-8 മാസമാവും തോന്നുന്നു, ദർശന ചാനലിൽ രാവിലെ സുബഹി വെള്ളിയാഴ്ച രാവിലെ 7:30 മണിക്ക് മുതൽ 8 മണി വരെയും രാത്രി അപ്പോൾ തന്നെ പകല് 10 മണി മുതൽ 10:30 വരെയും രാത്രി 10:30 മുതൽ 11 മണി വരെയും ദർശന ചാനലിന്റെ പ്രോഗ്രാം ഉണ്ട്. എല്ലാ ദിവസവും തിരുവചനങ്ങളിലൂടെ കാണാൻ കഴിയുന്നവരെ കണ്ടോളി. അപ്പൊ ആ പരിപാടിക്ക് മുമ്പ് ഞാൻ ജയ്ഹിന്ദിലും പീപ്പിളിലും ഒക്കെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംശയം ഒരാൾ വിളിച്ചു ചോദിച്ചു. അയാൾ ചോദിച്ചത്, ഉസ്താദെ, എനിക്കൊരാൾ 2495 രൂപ തരാനുണ്ടായിരുന്നു. അയാൾ തന്നപ്പോ എനിക്ക് 2500 രൂപ തന്നു. 5 രൂപ മടക്കി കൊടുക്കാൻ എന്റെ കയ്യിലില്ല. അതെനിക്ക് ഹലാലാവോ? 5 രൂപ മടക്കി കൊടുക്കാനില്ല, അപ്പൊ എനിക്കത് ഹലാലാവോ? അപ്പൊ ഈ കണക്കൊക്കെ പറയുന്നപ്പോ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ ചേട്ടാ, നിങ്ങളെ കച്ചവടം എന്താ? അത് പലിശയ്ക്ക് കൊടുപ്പാണ് ഇയാളുടെ ജോലി. പലിശയ്ക്ക് കൊടുത്തതിൽ നിന്ന് കിട്ടാനുള്ള 4500 രൂപ 495 രൂപ മടക്കി കിട്ടി. 4500 രൂപ അയാൾ തന്നു. 95 രൂപയാണ് 495 രൂപയാണ് വേണ്ടത്. 5 രൂപ മടക്കി കൊടുക്കാനില്ലാത്തത് കൊണ്ട് അത് ഞാൻ എടുത്തു. അത് പൊരുത്തപ്പെടുവോ അദ്ദേഹം? അത് കാരണം എനിക്ക് നരകം കിട്ടുവോ? ചോദിക്കുന്നത് പലിശക്കാരനാണ്. ഇതാണ് സംഭവം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ വന്നിട്ട് പറയടാ, നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും. യവനോ വിരലില്ലാത്തവനോടാ വന്നിട്ട് പറയണത് ആ വിരലിൽ എന്താ നഖം വെട്ടാത്തെന്ന്. പറയുന്ന ആരാ? കൈയില്ലാത്തവനാണോ എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യൻ. അതല്ല ഉലമാക്കളുടെ പ്രത്യേകത. പറയുന്നത് നന്നാകണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യം കൂടി ഞാൻ പറയാൻ അവസാനിപ്പിക്കാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, അവസാനമായി നിങ്ങൾ കേട്ടോളി, ഉലമാക്കൾക്കുണ്ടാകേണ്ട മറ്റൊരു പ്രത്യേകത, യഥാർത്ഥ ഉഖ്റവിയായ ആലിമനാണെന്നറിയോ? എനിക്കതിനാരും ആക്ഷേപങ്ങൾ ഉന്നയിക്കല്ലേ. എനിക്കതൊന്നും പ്രശ്നമുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് ഒരു വർഷം ഒരു സ്ഥലത്ത് വാഴനെ വിളിച്ചാൽ പിറ്റേ വർഷം എന്നെ അവിടെ വിളിക്കാറില്ല സാധാരണ. ഞാൻ പറയുന്നത്, എന്റെ സഹോദരങ്ങളെ, ഏതെങ്കിലും ഭരണാധികാരിയുടെ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് ബെല്ലു അടിച്ചിട്ട് കായില്ലാത്ത കോഴിക്കും പോലെ നിൽക്കുന്ന കണ്ട എത്ര വലിയ ആലിമല്ല. ഭരണാധികാരിയുടെ വീട്ടിൽ പോയി യവന്റെ വീട്ടിൽ MLA ഇങ്ങോട്ട് വരണം. വർക്കല കഹാർ MLA, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഇപ്പൊ XMLA. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ ചെന്നിട്ട് സലാം പറയും. വെളിയിൽ നിന്നുകൊണ്ട് തല പതുക്കകത്തോട്ടിട്ട് സലാം പറയും. അപ്പൊ സലാം മടക്കും. നോക്കുമ്പോൾ അവിടെ കഹാർ MLA ഉണ്ടാവും. ഉസ്താദ് ഇങ്ങനെ കട്ടിലിരിക്കും, കഹാർ MLA നിലത്ത് ഇങ്ങനെ ഇരിക്കും. XMLA. അതിന് മന്ത്രി ആയിരുന്നാലും അവിടെ ഒന്നും അങ്ങനെ തന്നെ. കാരണം ആലിമിന്റെ പവർ അറിയാം. ഒരു മഹാനെടുത്ത് ചിലപ്പോ നമ്മൾ പണക്കാരുടെ വീട്ടിൽ ഉസ്താദന്മാരെ കാണും, ആക്ഷേപിക്കണം. അപ്പൊ നിങ്ങൾ കൊള്ളാനുള്ള ആള് പണത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ന്യായീകരണം അല്ല. ഒരു മഹാനോട് ചോദിച്ചു, ഉസ്താദുമാരെ പണക്കാരെ വീട്ടുമുറ്റത്ത് കാണാം, എന്നാ ഈ പണക്കാരന്മാരെ ഉസ്താദിന്റെ വീട്ടുമുറ്റത്ത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ആ മഹാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എടാ, ഉസ്താദുമാർക്ക് അറിയാം പണത്തിന്റെ ആവശ്യം എന്താണ്, പക്ഷെ പണക്കാർക്ക് അറിയില്ല ഇൽമിന്റെ മഹത്വം എന്താണ്. അതുകൊണ്ടാണ് യതീംഖാനകളും സ്ഥാപനങ്ങളും മദ്രസകളൊക്കെ നടക്കുന്നത് മഹാന്മാരായ ഉലമാക്കൾ, ഉമറാക്കളായ നിങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമുക്ക് 1 ലക്ഷം രൂപയോളം ചെലവ് വരും ഈ പരിപാടി. 50 പേരെ എന്നിട്ട് 2000 വെച്ച് പറയും. എനിക്ക് ഉറപ്പുണ്ട്, പ്രവാചക പ്രേമികൾ ഇവിടെ ആരെയും പരദൂഷണം പറഞ്ഞ സദസ്സല്ല. ഇവിടെ ഒരൊറ്റ ദിവസത്തെ പരിപാടിയിൽ നമുക്ക് അള്ളാഹു തന്നിൽ നിന്ന് 2000 രൂപ എഴുന്നേറ്റ് 50 പേര് കൈ ഉയർത്തി ഇവിടെ എഴുതിയെടുത്ത് ഒരാഴ്ചക്ക് നിങ്ങൾ കൊടുത്താൽ 1 ലക്ഷം രൂപ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ചെലവ് കഴിയും. അത് നിങ്ങൾ മനസ്സ് വെച്ചോളൂ. ഞാൻ പിന്നെ ചോദിച്ചോളാം, ഇപ്പൊ തരണ്ട.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഭരണാധികാരികളുടെ മുമ്പിൽ നമ്മൾ പോകരുത്. നമ്മുടെ ആദർശത്തെ ഭരണകർത്താക്കളുടെ മുമ്പിൽ അടിയറവ് പറയിപ്പിക്കരുത്. പോയിട്ടുണ്ട് ഉലമാക്കൾ, ഭരണാധികാരികളുടെ മുമ്പിലേക്ക് ഉലമാക്കൾ പോയിട്ടുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നു. നടുത്തളത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് ചോദിച്ചു, നീ ആരുടെ മുന്നിലാടാ വന്ന് നിൽക്കുന്നത്? അറിയാടോ താൻ ഹജ്ജാജ് അല്ലേടോ? എടോ സൂക്ഷിച്ച് സംസാരിക്കണം, നീ ഹസൻ ബസ്രി അല്ലേ? നീ എന്തിനാ എന്റെ കൊട്ടാരത്തിൽ വന്നത്? എന്നോട് എങ്ങനാ നീ കയറ്റി സംസാരിക്കുന്നത്? ഈ കാണുന്ന സൈന്യത്തെ കൊണ്ട് നിന്നെ നിഷ്പ്രയാസം കൊല്ലാൻ എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തലയിൽ കെട്ടിയിരുന്ന തലപ്പാവ് വലിച്ചഴിച്ചിട്ട് പറഞ്ഞത്, ഇത് ഹസൻ ബസ്രിക്ക് തലപ്പാവ് മാത്രമല്ല, ഇത് തലയിൽ കെട്ടാനുള്ള തുണി മാത്രമല്ല, ഇത് കഫൻ പുടവയാണ്. ഞാൻ കഫൻ പൊതിഞ്ഞിട്ട് കബറിലേക്ക് പോകാനുള്ള കഫൻ പുടവയായിട്ടാണ് വന്നത് എന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞത്. ഭരണാധികാരികളുടെ കോട്ടകൊപ്പളങ്ങളുടെ മുമ്പിൽ ചെന്ന് അധർമ്മത്തിനെതിരെ, അനീതിക്കെതിരെ, അസത്യത്തിനെതിരെ, അക്രമത്തിനെതിരെ, ഭീകരതയ്ക്കെതിരെ, ബീഭത്സതയ്ക്കെതിരെ, വർഗീയതയ്ക്കെതിരെ പോരാടാൻ പണ്ഡിതന്മാർ രംഗത്ത് വരുന്നുണ്ട്. ആ പണ്ഡിതന്മാരുടെ ആ രംഗപ്രവേശനം ഒരിക്കലും മുഖറവിയായ ആലിമീങ്ങൾക്ക് എതിരാണെന്ന് ആരും കരുതി പോകണ്ട. അത് പണ്ഡിത ദൗത്യമാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത്, ഒരു കാരണവശാലും നമ്മൾ ഇസ്ലാമിന് ശരീഅത്തിനെതിരെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെതിരെ നമ്മളൊന്ന് ദേഷ്യപ്പെടാതിരുന്നാൽ ഇവൻ ഹിമാറുൻ, കഴുതയാണ് എന്ന് ഇമാമുന ഷാഫി റഹിമത്തുള്ള, നമ്മുടെ ഇമാമാണ് ഇമാം ഷാഫി റഹിമഹുല്ല. ഈ ഇമാം പറഞ്ഞെന്താ, ഏതെങ്കിലും അക്രമം കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ കഴിയാത്തവർ ഉഖ്റവിയായ ആലിമോ അല്ല, അവൻ കഴുതയാണ്. കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പണ്ഡിതന്മാര് ഒരിക്കലും എന്തെങ്കിലും അന്വേഷിച്ചുകൊണ്ട് എന്നെ ഒന്ന് MLA ആക്കോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു MP-യുടെയോ ഒരു വാർഡ് മെമ്പറുടെയോ ഒരു കൗൺസിലറുടെയോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ മുമ്പിലൊന്നും പോവരുത്. അങ്ങനെ പോകുന്നവർ ഉഖ്റവിയായ ആലിമീങ്ങളുടെ പട്ടികയിൽ നിന്ന് ആലിമീങ്ങളൊക്കെ തന്നെയാണ്. ഉഖ്റവിയായ ആലിമല്ല ഇവിടുത്തെ ആലിമ. അപ്പൊ ഉഖ്റവിയായ ആലിമാകണമെങ്കിൽ അങ്ങനെ പോകരുത്. പോകേണ്ടി വന്നാൽ അത് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയാകണം, അവകാശ ധ്വംസനങ്ങൾക്കെതിരെയുള്ള വിചാര വിപ്ലവത്തിന് വേണ്ടിയാകണം പോകേണ്ടത്, അല്ലാതെ അല്ല നമ്മൾ പോകേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. വഇലൽ ഫതാവാ ലാ യകൂനു മുസാരിആ വയഖൂലു ഇസ്അൽ മൻ യകൂനു തഅഹലാ. ആരെങ്കിലും ഒന്ന് ഫത്വ ചോദിച്ചാൽ പെട്ടെന്ന് ചാടി കയറി പറയൂല. ഉസ്താദ് അവരോട് എന്തെങ്കിലും സംശയം ചോദിച്ചിട്ട്, ഞാൻ നേരത്തെ ഒരു ഹദീസിന്റെ കാര്യം പറഞ്ഞതുപോലെ എന്തെങ്കിലും ചോദിച്ച് പെട്ടെന്ന് മറുപടി പറയും. അത് ഹദീസിന്റെ വിഷയങ്ങളിൽ, ചില വിഷയങ്ങളിൽ പറയും ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറയും. അങ്ങനെ ഉടനെ തിരികെ വിളിക്കും. എത്ര അനുഭവങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. ഉസ്താദ് ഒരു ഫോൺ ചെയ്ത്, ഉസ്താദിന് അങ്ങോട്ടൊരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഉടനെ ഒന്ന് സൈലന്റ് ആക്കാനോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കാനോ ശ്രമിക്കാറില്ല ശിഷ്യന്മാർ. എന്തുകൊണ്ടെന്നറിയോ? നാട്ടുകാരെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആ വിഷയത്തിൽ ഞങ്ങളുടെ ശിഷ്യന്മാര് മക്കളും എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ല. മക്കളിപ്പോ മൂത്തോനെ കിട്ടിയില്ലെങ്കിൽ ഇളവനെ വിളിക്കുക, ഇളവനെ കിട്ടിയില്ലെങ്കിൽ ഉമ്മായ വിളിക്കുക, ഉമ്മായ കിട്ടിയില്ലെങ്കിൽ മോളെ വിളിക്കാം, മോളെ കിട്ടിയില്ലെങ്കിൽ മരുവനെ വിളിക്കാം. പക്ഷെ അങ്ങനെയല്ല ശിഷ്യന്മാര്. ഞങ്ങൾ 4 ദിക്കിലാണ്, 10 ദിക്കിലാണ്, 1000 പള്ളികളിലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉസ്താദിനെ വിളിച്ചു ചോദിച്ചാൽ പിന്നെ ഇങ്ങോട്ട് ഏറ്റവും കുറഞ്ഞൊരു 5 കോൾ ഉണ്ടാവും. 5 കോൾ ഇങ്ങോട്ട് ഉണ്ടാവും. എന്തായി? കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കും. പിന്നെന്തായി? അതാണ് ഉസ്താദ്, നമ്മുടെ ശൈഖുന് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ മോനെ ഞാൻ നോക്കിയിട്ട് പറയാം, ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം, 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറയും. ഇപ്പോ ഉസ്താദിന്റെ മൂത്ത സഹോദരിയുടെ വീട്ടിൽ വന്നപ്പോ അവിടെ ഒരു നല്ല സുന്ദരക്കുട്ടനായ മാഷാ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ ഒരു മോനെ കൊണ്ടുവന്നു. ആ മോന്റെ കഥ പറഞ്ഞത് അത്ഭുതത്തോടെ ഞാൻ ഓർക്കുന്നു സഹോദരങ്ങളെ. ജാമിയ മന്നാൻ, ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹോദരൻ പോത്തങ്കോട്, എഴുതി വെച്ചോളി, ലൈവ് ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാളെയുമായിട്ട് ഇത് കാണുന്നതാണ്. എന്റെ പേജിലൂടെയുമുണ്ട്, സമസ്തയുടെ ഈ ക്ലാസ് റൂമിലൂടെയുമുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും അറിയുന്നത്, ആ തിരുവനന്തപുരത്തെ പോത്തങ്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ 6 മാസം പ്രായമുള്ള കുട്ടിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, 2 കണ്ണിനും. അത് എപ്പോഴറിഞ്ഞു? 3.5 വയസ്സിൽ അറിഞ്ഞു. കാരണം കൊച്ചുകുട്ടികളുടെ കാഴ്ച നമുക്കറിയാൻ പറ്റൂലല്ലോ. 3.5 വയസ്സിൽ അറിഞ്ഞപ്പോൾ
പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. അവര് ചികിത്സ നടത്തിയിട്ട് പറഞ്ഞു ഒരു രക്ഷയുമില്ല, ഇനി കാഴ്ച കിട്ടൂല എന്ന് പറഞ്ഞു. സങ്കടപ്പെട്ട് അന്ന് പള്ളിയിലെ ഇമാമായിരുന്നത് എന്റെ അഭിവന്ദനായ ഗുരുനാഥനാണ്. ആ ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദിനോട് കാര്യം പറഞ്ഞു. എന്റെ 8 കൊല്ലം എന്നെ പഠിപ്പിച്ച ഉസ്താദിന്റെ ശിഷ്യൻ കൂടിയ ഷെയ്ഖുനാന്റെ ശിഷ്യൻ കൂടിയായ ഒരു പണ്ഡിതൻ ഷാഫി മന്നാനി എന്ന് പറയും, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ മഹാനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഉസ്താദുണ്ട്, എന്റെ ഉസ്താദിനും ഞങ്ങൾക്കൊക്കെ ഒരു തങ്ങളും ഉണ്ട്, നമുക്ക് മന്നാനിയെ പോകാം. ഉള്ള കാര്യമാ സഹോദരങ്ങളെ, ഞാനത് മന്നാനിയിൽ ബുഖാരി മജ്ലിസിൽ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ കുഞ്ഞിനെ കൊണ്ട് ഉസ്താദിന്റെ റൂമിലെത്തിയിട്ട് ഉസ്താദ് ആ കുഞ്ഞിനെ എടുത്തു വെച്ചു, തങ്ങളെ വിളിച്ചു, തങ്ങൾ എന്തൊക്കെ ഓതാൻ പറഞ്ഞു കൊടുത്തു. ഉസ്താദ് ഓതിക്കൊടുത്തിട്ട് ഉസ്താദ് പറഞ്ഞു ബുഖാരി മജ്ലിസിൽ കൊണ്ട് ഒരു ദിവസം ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ ഇരുത്തി അസർ മഗ്രിബിനിടയിലുള്ള കുറച്ച് 1.5 മണിക്കൂർ ഇരുത്തി അവിടെ നിന്ന് കൊണ്ടുപോയി. എന്നിട്ട് ഉസ്താദ് പ്രത്യേകം പറഞ്ഞു, ഇനി പോകുമ്പോ നിങ്ങൾ പരിശ്രമിക്കേണ്ട, നിങ്ങൾ ഒരു വിഷമം വേണ്ട, ഒരു നല്ല സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും, നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി മധുരയിലെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാര് പരിശോധിക്കുമ്പോൾ ചോദിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതം വേറെ കണ്ടിട്ടില്ല. അത്ഭുതമാണ് ആ മകൻ. ഡോക്ടർമാര് പറഞ്ഞു 60% കാഴ്ച തിരിച്ചു കിട്ടും. ആ പിതാവ് എന്നോട് പറഞ്ഞ, കുഞ്ഞിന്റെ ഉമ്മയുടെ വാപ്പ എന്നോട് പറഞ്ഞത്, അന്ന് ഞാൻ ബുഖാരി മജ്ലിസിൽ പ്രസംഗിക്കുന്ന ദിവസം സംഭാവനയുമായിട്ട് അദ്ദേഹം വന്നു. ഇത് പറയണേന്ന് പ്രത്യേകം പറഞ്ഞു സദസ്സിൽ. അദ്ദേഹം പറയാണ് 95% കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. ആ കണ്ണുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഹുബ്ബത്തുൽ ഖലറ കണ്ടു, പരിശുദ്ധ കഅബാലയം കണ്ടു. ആ പൊന്നുമോൻ എല്ലാവരെയും തിരിച്ചറിയുന്നു. അത് നമ്മുടെ ഉസ്താദിന്റെ ഒരു വലിയ കറാമത്ത് തന്നെയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. എന്റെ സഹോദരങ്ങളെ, വലിയ ഒരു പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു നമ്മുടെ ഉസ്താദ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, വിനയം ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും കൂടുതൽ ഭയഭക്തി ഉള്ളത് ഉലമാക്കൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട വിശേഷണങ്ങളോട് കൂടിയാകണം എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഉത്കൃഷ്ട സ്വഭാവങ്ങൾ അതിലൂടെ നാം നേടിയെടുക്കുക. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ എന്റെ ഉസ്താദിന്റെ ഒരു വീക്ക്നെസ് കൂടി ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട്, അതിന്റെ ഗുണം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് കടക്കാം. പുറത്ത് നിൽക്കുന്നവരൊക്കെ അകത്തോട്ട് കയറിക്കോളും, നമുക്ക് ദുആ ചെയ്യാനുള്ളത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പോഴല്ല, എഴുന്നേറ്റ് നിന്ന് നമ്മൾ ദുആരക്കും. ആ ദുആരക്കും ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുറത്ത് നിൽക്കുന്നവർക്ക് ഇങ്ങോട്ട് കയറി. നമ്മുടെ ഉസ്താദിന്റെ കാര്യമല്ലേ, ഒന്ന് കയറിക്കോളി. വഴിയിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരും ഇൻഷാ അല്ലാഹ്. അവസാനിപ്പിക്കാം, 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ് ഹുബ്ബുർ റസൂലിന്റെ പ്രഭാഷണത്തിൽ. നമുക്ക് സ്നേഹം നമ്മുടെ ഹബീബിനോടല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രവാചകനോടല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാകേണ്ടത്. ആ സ്നേഹവും ഇഷ്ടവും കാരുണ്യവും ഒക്കെ നമ്മൾ നമ്മുടെ ഹബീബിന് കൊടുക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്തു പറഞ്ഞാലും നമുക്ക് ഹുബ്ബുർ റസൂൽ തന്നെയാണ്. മഹാന്മാരെ പറ്റി പറയുമ്പോഴും ഹുബ്ബുർ റസൂൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉസ്താദിന് ഏറ്റവും വലിയ വീക്ക്നെസ് എന്തായിരുന്നെന്ന് ചോദിച്ചാൽ സിയാറത്ത് വലിയ തൽപരനാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് തക്കല ഒന്ന് പോകണം. ഞാൻ വണ്ടിയും കൊണ്ട് അവിടെ ചെന്നു, ഉസ്താദിനെ കയറ്റി. ഞാൻ പോകുന്ന വഴിയിൽ എല്ലാ സിയാറത്ത് കേന്ദ്രങ്ങളിലും ഇറങ്ങി സിയാറത്ത് ചെയ്ത് അവസാനം തക്കല ചെന്നു. അവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഹാനുഭാവന്റെ ആ ഉപ്പുപ്പാന്റെ അടുത്ത് ചെന്നു ദുആ ചെയ്തു. ഉസ്താദിനെ തിരികെ മന്നാനിയിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ഞാൻ പോയത്. സഹോദരങ്ങളെ, ഉസ്താദിന്റെ ഈ ഒരു വലിയ മാറ്റത്തിനും ഉസ്താദിന്റെ ജീവിതത്തിലെ ഈ വലിയ ഉയർച്ചയ്ക്കും കാരണം മഹാന്മാരുടെ റൂഹുകളുമായുള്ള ബന്ധമായിരുന്നു എന്നുള്ളതാ. അതുകൊണ്ടാണ് ഉമ്മു ദർദാ റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്ന് ആളുകൾ പറയുന്നു, ഉമ്മു ദർദാ, അബൂ ദർദാഇന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഉമ്മു ദർദാ. ഉമ്മു ദർദാഇന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ മനസ്സിനകത്ത് വല്ലാത്ത കുടുസമാണ്, വല്ലാത്ത പൗരുഷമാണ്, പരുഷമാണ്. മനസ്സ് വല്ലാതെ കട്ടിയായി പോയി. ആരോട് ദയയില്ല, കാരുണ്യമില്ല, അനുകമ്പയില്ല, എല്ലാവരോടും ദേഷ്യമാണ്, മനസ്സ് വല്ലാത്ത കുടുസമാണെന്ന് പറഞ്ഞപ്പോ മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്തെന്നറിയോ? അത് ഏറ്റവും വലിയ രോഗമാണ് മക്കളെ, അത് ഏറ്റവും വലിയ രോഗമാണ് മക്കളെ എന്ന് പറയുക മാത്രമല്ല, അത് മാറ്റാനുള്ള ഒരു ചെറിയ വഴി പറഞ്ഞു കൊടുത്തു ഉമ്മു ദർദാ റളിയല്ലാഹു തആല അൻഹ. പറഞ്ഞ വഴി എന്തെന്നറിയോ? എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാ, സുരിൽ ഖുബൂർ, നിങ്ങൾ
നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക, ഖബർ സന്ദർശനം നടത്തുക. ഇന്നലെ ഓടിച്ചാടി നടന്നവരെ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ? ഒന്നിനും എഴുന്നേക്കാൻ കഴിയാതെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത പരിവർത്തനം വരുത്തുന്നതാ. ഇന്നലെ വരെ എവിടെ അധികാരം നടത്തിയവർ, ഇന്നലെ വരെ എവിടെ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചവർ, ഇന്നലെ വരെ എവിടെ അധികാരവും അഹങ്കാരവും സന്താനവും സമ്പത്തുമല്ല, അവർക്ക് അല്ലാഹു അധികം കൊടുത്തപ്പോ വലിയ വലിയ അഹങ്കാരികളായി മാറിയ ആളുകളൊക്കെ ഇന്നെവിടെയാ? ശവക്കല്ലറകളിലാ, വൈദ്യുത ശ്മശാനങ്ങളിലെ ചാമ്പല, പള്ളിമക്കുപറയിലെ മൈലാഞ്ചി ചെടിയുടെ ചുവട്ടിലാ. സഹോദരങ്ങളെ, മനുഷ്യന്റെ അവസ്ഥ ഇതാ. എത്ര വലിയ ആർഭാടത്തോടെ അഹങ്കാരത്തോടെ നടന്നാൽ ഇന്നലെ നീ മണ്ണിലൂടെ നടന്ന മനുഷ്യ, ഇന്നു നീ മണ്ണിനടിയില, ഇന്നു നീ മണ്ണിനടിയില. ഇതാണ് മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് ചെന്ന് കാണണേ പ്രിയപ്പെട്ടവരെ. ഓരോ മയ്യത്തുകളുടെ ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ സഹോദരങ്ങളെ ചിന്തിച്ചോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഒരു മാറ്റത്തിന് കാരണമാകാൻ ഏറ്റവും വലിയ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കാൻ ഖബർ സന്ദർശനം നടത്തണമെന്ന് വഹദി ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ആ മക്കൾ ഓടി വന്നു. എന്നിട്ട് ഉമ്മു ദർദാ എന്ന മഹദിയോട് പറഞ്ഞതെന്തെന്നറിയോ? ഇപ്പൊ ഒരു മനുഷ്യന്റെ കണ്ണങ്ങാനം നിറഞ്ഞ എന്റെ കൽബ് പൊട്ടുമ്മ. ഇന്നേരെങ്കിലും ഒരു മനുഷ്യന്റെ മുഖമൊന്ന് കറുത്തുപോയാ എന്റെ കണ്ണുകൾ പൊട്ടി കവിൾത്തടത്തിലൂടെ കണ്ണുനീർ ചാലൊഴുകും ഉമ്മ. ഉമ്മു ദർദായിനോട് പറഞ്ഞു, എന്റെ മനസ്സിന്റെ അഹങ്കാരം മാറി ഉമ്മ. പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടാൻ മാർഗമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തേ? ഒരു ദിവസം റസൂലുള്ളാഹിനെ കാണാനില്ല. ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാവിലെ കാണാനില്ല. ഹുബ്ബുർ റസൂൽ പ്രസംഗത്തിന്റെ സന്ദേശം ഞാൻ പങ്കുവെക്കട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാവിലെ പാതിരാത്രിയിൽ തന്റെ കിടക്കയിൽ നിന്ന് കാണാതെ പോയി മുത്തുനബിയെ ആയിഷ ബീവി എന്ന പ്രിയതമ ചാടി എഴുന്നേറ്റ് എണ്ണ വിളക്ക് കത്തിച്ചു. നേരിയ വിളക്കാണ്. കാരണം എണ്ണ വിളക്കിൽ എണ്ണ കത്തിക്കാൻ, തിരികത്തിക്കാൻ എണ്ണ വിളക്കിൽ എണ്ണ ഒഴിച്ചാൽ പിറ്റന്ന് പാചകം ചെയ്യാൻ എണ്ണയില്ല. ദാരിദ്ര്യത്തിന്റെ കൈപ്പനീര് കുടിച്ച ഭവനമല്ലേ, കുടുംബമല്ലേ. അവസാന എണ്ണ വിളക്ക് കത്തിച്ച് തെളിച്ച് നോക്കുമ്പോൾ മുത്തുനബിയെ കാണാനില്ല. അടുത്തുള്ള ഭാര്യമാരുടെ വീട്ടിൽ ചെന്ന് നോക്കിയിട്ടും കാണാനില്ല. മദീനത്തെ പള്ളിക്കകത്ത് നോക്കിയിട്ടും കാണാനില്ല. നേരെ പുറത്തിറങ്ങുമ്പോൾ എന്റെ ഹബീബിന് എന്തെങ്കിലും സംഭവിച്ചോ, എന്റെ മുത്തിനെന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് പേടിച്ചുകൊണ്ട് മഹദി ആയിഷ ബീബി പുറത്തിറങ്ങുമ്പോൾ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീൽ ഒരു പ്രകാശം കാണുകയാ. ഇന്ന ബൈതന തസാകിനു ലൈസ മുഹ്താജൻ ഇല സുറൂജി. ഇന്ന ബൈതന തസാകിനു ലൈസ മുഹ്താജൻ ഇല സുറൂജി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം വന്നാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം വന്നാൽ പിന്നെ വിളക്കിന്റെ ആവശ്യമില്ല, വെളിച്ചത്തിന്റെ ആവശ്യമില്ല. കുറ്റാകുറ്റിരുട്ടിലും പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഫുല്ല നാമത്തിന്റെ പ്രഭയെ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഒരു പ്രകാശം ബഖീലിൽ ഇങ്ങനെ മിന്നാമിനുങ്ങ് പോലെ തെളിഞ്ഞു കാണുന്നു. ഓടി ആയിഷ ഓടി ചെന്നിട്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എവിടെ പോയി നബിയെ? പേടിച്ചു പോയല്ലോ. ആയിഷ, നീ ഭയന്നു പോയോ? അതേ നബിയെ, ഒന്നിലധികം ഭാര്യമാരുള്ള ഭർത്താവിനെ കാണാതെയായാൽ പേടിച്ചു പോകൂലേ? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെ ഞാൻ കണ്ടില്ല, ഭയന്നു പോയേ. ആയിഷ, ഇന്നത്തെ രാത്രി നിനക്കറിയോ, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോപകോപങ്ങളെക്കാൾ അല്ലാഹു പാപം പുറത്തു കൊടുക്കുന്ന രാവാ എന്ന് പറഞ്ഞാൽ ആട്ടിൻപറ്റങ്ങൾ ധാരാളമുള്ള ആട്ടിടയന്മാരുടെ കുടുംബത്തിന്റെ നാമമാണ് കൽബ് ഗോത്രം. ആ ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങൾ കൂടുതലാണ്. ആ രോമങ്ങളെക്കാൾ കൂടുതൽ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അല്ലാഹു പാപങ്ങൾ ധാരാളം പുറത്തു കൊടുക്കുന്ന രാവിലാണ്.
അല്ലാഹുവിന്റെ റസൂൽ പള്ളിക്കകത്ത് വന്ന് ദുആ എന്നതല്ല, വീട്ടിലെഴുന്നേറ്റ് വിരിപ്പിലിരുന്ന് ദുആ ചെയ്തതല്ല, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ സ്ഥലമേതാ? പരിശുദ്ധ ബഖീഅ, ജന്നത്തുൽ ബഖീഅയിൽ ചെന്ന് റസൂലുള്ളാഹി സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും പാപം പൊറുപ്പിക്കപ്പെടാൻ റസൂലിന്റെ പ്രസംഗത്തിന്റെ സന്ദേശമായി പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് അക്ഷരം പ്രതി അനുധാവനം ചെയ്യണേ. അധരവ്യായാമത്തെക്കാൾ അഭികാമ്യ അനുകരണത്തിലൂടെയുള്ള ആവിഷ്കാരമാണ് എന്ന ആപ്തവാക്യം മുൻനിർത്തിയിട്ട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ അക്ഷരം പ്രതി അനുധാവനം ചെയ്ത് അവിടത്തെയോടുള്ള സ്നേഹത്തിന്റെ, അഭിലാഷത്തിന്റെ, അനുരാഗത്തിന്റെ ആണിക്കല്ല് തകരാറിന്റെ അകക്കാമ്പിൽ ഉറപ്പിക്കാൻ നമുക്ക് കഴിയണേ. ചെറുപ്പക്കാരാ, നിങ്ങൾ നിലകൊള്ളേണ്ടത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടിയാ. സുന്നത്ത് ജമാഅത്തിന്റെ കാവൽ ഭടന്മാരായി മാറൂ. ഉലമാക്കളുടെ പിന്നിൽ അണിനിരക്കൂ. വ്യക്തി വൈരാഗ്യങ്ങൾ മാറ്റിവെക്കൂ. ഏതെങ്കിലും ഒരു പണ്ഡിതനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കൂ. നമുക്ക് ഉൾക്കാമ്പില്ലാത്തത് കൊണ്ടാ, നമുക്ക് അകക്കാമ്പ് നഷ്ടപ്പെട്ടത് കൊണ്ടാ, നമുക്ക് ഉത്സാരം നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് എല്ലാവരും പണ്ഡിതന്മാരെ പിന്നിൽ നിരക്കൂ. ചെറുപ്പക്കാരെ, നിങ്ങൾ സജീവമാകൂ. ഇബ്രാഹിം നബി എന്ന വന്ധ്യവയോധികനായ ഉപ്പ ഇസ്മായിൽ എന്ന ചെറുപ്പക്കാരന്റെ കൈപിടിച്ചപ്പോഴാണ് കഅബ വന്നത്. ഇബ്രാഹിം എന്ന വന്ധ്യവയോധികനായ ഉപ്പ ഇസ്ഹാഖ് എന്ന ചെറുപ്പക്കാരന്റെ കൈപിടിച്ചപ്പോഴാ ബൈത്തുൽ മുഖദ്ദസ് വന്നത്. അതുകൊണ്ട് ഇവിടത്തെ നേതൃത്വം കൊടുക്കുന്ന മഹല്ല് ഭാരവാഹികളായ നല്ല നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരക്കൂ. ഇവിടത്തെ യുവതലമുറയെ പ്രിയപ്പെട്ട ഉമറാക്കളോടൊപ്പം ചേർന്ന് നിൽക്കൂ. ഉമറാക്കളെ, ചെറുപ്പക്കാരെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലെ ചേർത്ത് നിർത്തൂ. യുവാക്കളാണ് നാടിന്റെ സംസ്ഥാന പതനത്തിന്റെ നിധാനമാകുന്നത്. ഒരു നാടിന്റെ നിർമ്മാണാത്മകതയും സംഹാരാത്മകതയും ചെറുപ്പക്കാരാണ്. ഇബാദത്തില്ല എന്ന് മുത്തുനബി പറഞ്ഞത് ഇബാദത്തിലായി വളർന്നു വരുന്ന യുവതകളെ പറ്റിയ. പ്രായമുള്ളവനെ അർശുന്ന പരൽ കൊടുക്കുന്ന കഥ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവനും യുവാക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് യുവതലമുറയെ, നിങ്ങൾ സജീവമാകണേ, ജാഗ്രതയിൽ നിൽക്കണേ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, അള്ളാന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി ഉലമാക്കൾ അള്ളാന്റെ അമ്പിയാക്കളിൽ നിന്ന് നേടിയെടുത്ത അനന്തര സ്വത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളൂ. അതാണ് എനിക്ക് എന്റെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന്റെ സന്ദേശമായി പറയാനുള്ളത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പാശമാകുന്ന ഇസ്ലാം എന്ന സുന്ദരമായ സുഹൃതത്തിന്റെ സങ്കേതത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. എന്നിട്ട് അനുസരണയോടെ, നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കൂ. വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാട് നന്നാകണമെങ്കിൽ, ദീൻ ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് പണക്കാർ ലുബ്ധ കാണിക്കാൻ പാടില്ല. അറിവ് പഠിച്ച ഉലമാക്കൾ അമൽ ചെയ്യാൻ വേണം. അറിവില്ലാത്ത കാര്യത്തിൽ സാധാരണക്കാരെ തർക്കിക്കാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല. അതുപോലെ ഫുഖറാക്കൾ ഒരിക്കലും ദുനിയാവിന് വേണ്ടി ആഖിറത്ത് വിൽക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് നിലനിൽക്കണം. കൊളപ്പുറം ഉസ്താദിന്റെ പേരും എവിടെയും കേട്ടുമുഴങ്ങ് കേൾക്കുകയാ. ചെപ്പിയാലം എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് കേട്ടത്. ഇനി ചെപ്പിയാലം കേരളത്തിന്റെ ചെപ്പ് തുറന്ന മനുഷ്യരെ കേൾക്കുമ്പോൾ, ഓർക്കുമ്പോ അത് മറന്നു പോകൂല. കുന്നുംപുറം ആരും മറക്കൂല, കൊളപ്പുറം ആരും മറക്കൂല. എന്തുകൊണ്ട് മറക്കൂല? ഒരു ആത്മീയ നേതൃത്വം ഈ ഭൗതിക ശരീരം കുന്നുംപുറത്തെ ചെപ്പിയാല മഹല്ലത്തിന്റെ മൈലാഞ്ചി ചുവട്ടിൽ എടുത്ത് താഴോട്ട് വെക്കുമ്പോൾ ഇവിടെ പടർന്ന് പന്തലിച്ച ഒരു വലിയ സുന്ദരമായ സുരഭിലമായ നാമത്തിന്റെ പേരാണ് കൊളപ്പുറം എന്ന പേര്. അതുകൊണ്ട് കൊളപ്പുറം എന്ന പേരെന്ന് അറിയപ്പെടുന്നത് പോലെ ഒരു നാടിന്റെ നന്മ കൊണ്ട് അറിയപ്പെടണേ. അതിന് ഉലമാക്കളെ അമല് വേണേ, പാവപ്പെട്ടവര് ക്ഷമ വേണേ, സമ്പന്നരെ സമ്പത്ത് ചെലവഴിക്കണേ, വിവരമില്ലാത്തവരെ ചാടിക്കേറി ആലിമീങ്ങളോട് കയർക്കല്ലേ. ഇത് ആലിമീങ്ങളോടുള്ള മഹത്വമാണ്. ആലിമീങ്ങളുടെ രക്തം വിഷമാണ്, അവരുടെ മാംസം ഏറ്റവും വലിയ വിഷമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ സൂക്ഷിക്കണേ. എന്നിട്ട് ഉലമാക്കൾ അള്ളാന്റെ
പ്രവാചകന്മാരിൽ നിന്ന് നേടിയെടുത്ത അനന്തര സ്വത്തായ ഇൽമെന്ന വലിയ സ്വത്തിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാവലാളാകണേ. പടച്ചതമ്പുരാൻ അതിന് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.